Hi, I am Rishma Show. In this video, I am talking about CA Intermediate GST amendments for July 2020 exam. This video, I am covering important amendments. So, please like, share and subscribe my channel. Thank you. So, we will supply under GST amendments discuss. We will two amendments. That's services by way of grant of alcoholic liquor license, and second is GST on the service of display of name or placing of nameplates of the donor in the premises of charitable organizations. So, these two amendments we discuss. This chapter 2 amendments. So, the amendment we discuss the way of grant of alcoholic liquor license in the service. That is supply. Supply treat it. അപ്പോൾ നമ്മൾ ഇതിന്റെ മുമ്പിലേക്ക് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് GST ലെവിയബിൾ അല്ല, ഇത് ചാർജ് ചെയ്യത്തില്ല എന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഹ്യൂമൻ കൺസപ്ഷനുള്ള ആൽക്കഹോൾ അത് മാത്രം നമുക്ക് സപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് GST ലെവിയബിൾ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവരൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ദ സപ്ലൈ ഓഫ് ആൽക്കഹോൾ മാത്രമല്ല ആൻഡ് ദ സപ്ലൈ ഓഫ് ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നൊരു സപ്ലൈയും ഈ രണ്ട് കാര്യവും ഈസ് നെയ്തർ എ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എ സപ്ലൈ ഓഫ് സർവീസ്. ഈ രണ്ട് കാര്യത്തിനെയും നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസോ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ലെവിയബിൾ അണ്ടർ CGST ആക്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ അമെൻമെൻ്റ് എന്ന് പറയുന്നത്. ഇവർ കൊണ്ടുവന്നത് സപ്ലൈ ഓഫ് ആൽക്കഹോൾ പ്ലസ് ദ സപ്ലൈ ഓഫ് ഗ്രാൻഡ് ഓഫ് ആൽക്കഹോൾ ലിക്കർ ലൈസൻസ് ഒരിക്കലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഈസ് നെയ്തർ എ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എ സപ്ലൈ ഓഫ് സർവീസ്. അതാണ് ആദ്യത്തെ അമെൻമെൻറ്റ്. ഇതിനി കുറച്ചും കൂടെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ഓഫ് ദ CGST ആക്ട്, ദ ഗവൺമെൻറ് ഹാസ് നോട്ടിഫൈഡ് ദാറ്റ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ by the state government in which they are engaged as public authorities to be treated as a supply of goods nor a supply of service, namely. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ഈ പറയുന്ന ഇതിൽ എന്താണ് CGST ആക്ടിൻ്റെ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഒരു ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ചെയ്യുന്നത് ആൻഡ് ഇസ് എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റി, ഒരു പബ്ലിക് അതോറിറ്റി ആയിട്ട് എൻഗേജ് കൂടെ ആവുകയാണ്. ടു ബി ട്രീറ്റഡ് ആസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എ സപ്ലൈ ഓഫ് സർവീസ്. ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് അതോറിറ്റി ആയിട്ട് എൻഗേജ് ആയിരിക്കുമ്പോൾ ഒരിക്കലും സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അത് എന്ത് തരം ആക്ടിവിറ്റി ആയിരിക്കും? സർവീസസ് ബൈ വേ ഓഫ് ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കർ. എന്താണ്? ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കറിൻ്റെ സർവീസ് ഗ്രാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈസൻസ് എഗൻസ്റ്റ് കൺസ്ട്രേഷൻ ഇൻ ദ ഫോം ഓഫ് ലൈസൻസ് ഫീ ഓർ ആപ്ലിക്കേഷൻ ഫീ ഓർ ബൈ വാട്ട് എവർ നെയിം ഇറ്റ് ഈസ് കോൾഡ്. ഒരു സർവീസ് കൊടുക്കുകയാണ്, ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കർ എന്ന് പറഞ്ഞ ലൈസൻസ് അത് ഗ്രാൻഡ് ചെയ്യുകയും ജസ്റ്റ് ഒരു കൺസ്ട്രേഷന് വേണ്ടി ചെയ്യുകയാണ്. ഇൻ ദ ഫോം ഓഫ് ഏത് രീതിയിലായിരിക്കും ഇവർ കൺസ്ട്രേഷൻ വാങ്ങിക്കുന്നത്? ഗവൺമെൻറ് ലൈസൻസ് ഫീ ആയിട്ടോ ആപ്ലിക്കേഷൻ ഫീ ആയിട്ടോ അല്ലെങ്കിൽ ഓർ ബൈ വാട്ട് എവർ നെയിം ഇറ്റ് ഈസ് കോൾഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലോ പറയുന്ന രീതിയിൽ കൺസ്ട്രേഷൻ വാങ്ങിക്കുവാണ്. ഏതിനു വേണ്ടി? ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള സർവീസ് ഒരിക്കലും എന്താണ് സപ്ലൈ ഓഫ് സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആവില്ല. അത് ആര് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പബ്ലിക് അതോറിറ്റിയുടെ രീതിയിൽ എൻഗേജ് ആയിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനെ ഒരിക്കലും സപ്ലൈ ആയിട്ട് GSTൻ്റെ അകത്ത് ട്രീറ്റ് ചെയ്ത് CGST ആക്ടിൻ്റെ അകത്ത് ഇതിനെ ട്രീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഒരിക്കലും എന്താണ് ഒരു സപ്ലൈ ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ നോക്കാം. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ഫർദർ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ബിസിനസ് എൻറ്റിറ്റീസ് including by way of grant of privileges, licenses, mining rights, natural resources as spectrum, etc. against payment of consideration in the form of fee, royalty, etc. are taxable under GST. Tax is required to be paid by the business entities on such services under reverse charge mechanism.
അപ്പോൾ ഇവിടെ പറയുകയാണ് സർവീസ് ആരിൽ നിന്ന് ആരിലേക്കാണ് പോകുന്നത്? ഗവൺമെൻറ്റിൽ നിന്ന് ബിസിനസ് എൻറ്റിറ്റീസിലോട്ട് പോകുന്ന സർവീസ്. ഗവൺമെൻറ് ബിസിനസ് എൻറ്റിറ്റീസിന് വേണ്ടി ചെയ്യുന്ന സർവീസസ്. അത് എന്ത് തരം സർവീസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വേ ഓഫ് ഗ്രാൻഡ് ഓഫ് പ്രിവിലേജസ് ഗ്രാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ മൈനിങ് റൈറ്റ്സ് കൊടുക്കുക, പിന്നെ നാച്ചുറൽ റിസോഴ്സസ് സ്പെക്ട്രം എക്സെട്ര എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് കൺസ്ട്രേഷൻ. ഇതിനൊരു കൺസ്ട്രേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ബിസിനസ് എൻറ്റിറ്റീസിന് വേണ്ടി ഈ പറഞ്ഞ സർവീസ് ചെയ്യുമ്പം ഗവൺമെൻറ് ഇവരിൽ നിന്ന് ഒരു കൺസ്ട്രേഷൻ വാങ്ങിക്കുന്നുണ്ട്. ഇൻ ദ ഫോം ഓഫ് എന്തിൻ്റെ പേരിലാണ് ഇത് വാങ്ങിക്കുന്നത്? ഫീ, റോയൽറ്റി, ഈ പറഞ്ഞ പേരിലായിരിക്കും ഗവൺമെൻറ് ബിസിനസ് എൻറ്റിറ്റീസിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. എക്സെട്ര ആർ ടാക്സബിൾ അണ്ടർ GST. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം GSTൻ്റെ അകത്ത് ടാക്സബിൾ ആയിരിക്കും. അപ്പം മുമ്പേ നമ്മൾ പറഞ്ഞതിൽ സപ്ലൈ ആവത്തില്ല, സപ്ലൈ ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ സർവീസ് ആവത്തില്ല എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ലിക്കർ ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന സർവീസ് ഒരിക്കലും സപ്ലൈ ആയിട്ട് CGST ആക്ടിൻ്റെ അകത്ത് ട്രീറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ പറയുന്നത് GSTൻ്റെ അകത്ത് ടാക്സബിൾ ആവുമെന്ന് പറയുവാണ്. കാര്യം എന്താണ്? ഇവിടെ ഗവൺമെൻറ് ആർക്കാണ് കൊടുക്കുന്നത്? ബിസിനസ് എൻറ്റിറ്റീസിന് വേണ്ടിയിട്ടാണ് പ്രിവിലേജസ്, ലൈസൻസ്, മൈനിങ് റൈറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം GSTൻ്റെ അകത്ത് ടാക്സബിൾ ആവും. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ടാക്സ് ഇവർ ട്രീറ്റ് ചെയ്യുക? ഗവൺമെൻറ്റിന് എങ്ങനെ പേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ള, ഫോർവേഡ് ചാർജ് അല്ല, റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ്. അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻ്റ് ആയിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. ഇവിടുത്തെ റെസിപ്പിയൻ്റ് ആരായിരിക്കും? ബിസിനസ് എൻറ്റിറ്റീസ്. ഇവരായിരിക്കും സർവീസ് വാങ്ങിക്കുന്നത്. ആ വാങ്ങിക്കുന്ന ബിസിനസ് എൻറ്റിറ്റീസ് ആയിരിക്കും ഇവിടെ ടാക്സ് പേ ചെയ്യുന്നത്. അണ്ടർ വിച്ച് മെക്കാനിസം? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ അകത്തായിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ സപ്ലൈ അണ്ടർ GSTയിൽ രണ്ടാമത്തെ അമെൻമെൻ്റ് എന്ന് പറയുന്നത് ലെവി ഓഫ് GST ഓൺ ദ സർവീസ് ഓഫ് ഡിസ്പ്ലേ ഓഫ് നെയിം ഓർ പ്ലേസിംഗ് ഓഫ് നെയിം പ്ലേറ്റ്സ് ഓഫ് ദ ഡോണർ ഇൻ ദ പ്രിമൈസസ് ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ റിസീവിംഗ് ഡൊണേഷൻ ഓഫ് ഗിഫ്റ്റ് ഫ്രം ഇൻഡിവിജ്വൽ ഡോണേഴ്സ്. ഇൻഡിവിജ്വൽ ഡോണേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഡൊണേഷനൊക്കെ വാങ്ങിക്കുമ്പം ഈ വാങ്ങിക്കുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനാണ് ഇത് വാങ്ങിക്കുന്നത്, അവരുടെ പേരിൽ നെയിം പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ GST ചാർജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു അമെൻമെൻ്റാണ് ഈ ചാപ്റ്ററിൽ ക്ലിയർ ആവുന്നത്. അപ്പം ഇതിന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഡിവിജ്വൽ ഡോണേഴ്സ് പ്രൊവൈഡ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഓർ എനി അതർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻ ഓർ ഗിഫ്റ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, charitable organizations, schools, hospitals, orphanages, old age homes, etc. In return, the recipient institutions place a name plate or similar such acknowledgement in their premises. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാമെന്ന് വെച്ചാൽ ഇവിടെ GST പേ ചെയ്യുന്നു ഇല്ലേന്നല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നൊരു സിറ്റുവേഷനാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇൻഡിവിജ്വൽ ഡോണേഴ്സ് ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരം ഒരു സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻ എന്ന പേരിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്കാണ്? സച്ച് ആസ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മതപരമായിട്ടുള്ളതിനോ, അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് ഒരു ഇൻഡിവിജ്വൽ ഡോണർ ഫൈനാൻഷ്യൽ ഹെൽപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻ ഓർ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇൻ റിട്ടേൺ ഈ പൈസ എല്ലാം ഒരു ഡൊണേഷൻ വാങ്ങിച്ചതിന് ശേഷം ആരാണോ റെസിപ്പിയൻ്റ്, ഇത് വാങ്ങിച്ച ആളെന്ന് പറഞ്ഞാൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനോ ചാരിറ്റബിൾ ഓർഗനൈസേഷനോ ഈ പറഞ്ഞിരിക്കുന്ന റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് എ നെയിം പ്ലേറ്റ് ഓർ സിമിലർ സച്ച് അക്നോളജ്മെൻറ്റ് ഇൻ ദ പ്രിമൈസസ്. അവർ റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ആരുടെ നിന്നാണ് ഡൊണേഷൻ വാങ്ങിച്ചത്, ഈ ഇൻഡിവിജ്വൽ ഡോണേഴ്സിൻ്റെ പേര് അവിടെ സ്ഥാപനങ്ങളിൽ പതിപ്പിക്കുക. ഒരു നെയിം പ്ലേറ്റ് ഓർ സിമിലർ സച്ച് അക്നോളജ്മെൻറ്റ് ഇൻ ദ പ്രിമൈസസ്. ഇന്ന ആളാണ് അവർക്ക് ഡൊണേഷൻ തന്നത് എന്ന് പറഞ്ഞ് അവർ അക്നോളജ് ചെയ്യുന്ന ആ സിറ്റുവേഷനെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇങ്ങനെ നെയിം പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്നതിന് GST ചാർജ് ചെയ്യുമോ ഇല്ലയോ എന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് നമ്പർ 1,
നമുക്കിപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായി. ഒരു ഇൻഡിവിജ്വൽ ഡോണറിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഡൊണേഷൻ വാങ്ങിക്കുമ്പോൾ അവർ അതിന് പകരമായിട്ട് ഇൻഡിവിജ്വൽ ഡോണറിൻ്റെ പേര് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുന്ന ആണ് ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ കേസ് 1 നോക്കാം. വേർ സച്ച് ഡിസ്പ്ലേ ഓഫ് നെയിം റിസൾട്ട്സ് ഇൻ അഡ്വർടൈസിംഗ് ഓർ പ്രൊമോഷൻ ഓഫ് ഹിസ് ബിസിനസ് ദെൻ GST ഷാൽ ബി ലെവിയബിൾ ഓൺ സച്ച് ഡൊണേഷൻ. ഈ പേര് ഡിസ്പ്ലേ ഓഫ് നെയിം എന്തിൽ അവസാനിക്കുകയാണ്? ഒരു അഡ്വർടൈസിങ്ങിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡോണറിൻ്റെ ബിസിനസ്സിലോ ബിസിനസ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നെയിം പ്ലേറ്റ്സ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ GST ലെവിയബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഡൊണേഷനിൽ GST ലെവിയബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കുമ്പോൾ ആ ഒരു റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ആ പറഞ്ഞ വ്യക്തിയുടെ അഡ്വർടൈസിങ്ങോ അല്ലെങ്കിൽ പ്രൊമോഷൻ ഓഫ് ഹിസ് ബിസിനസ്, ആ പുള്ളിക്കാരൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് പാർട്ടാകുമ്പോൾ ആ ഒരു GST അതിന് വേണ്ടിയിട്ട് ആ ഡൊണേഷനിലുള്ള GST അവർ ചാർജ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കേസ് നമ്പർ 2 എന്താണ്? Where such display is an expression of gratitude and public recognition of donors' act of philanthropy with no aim of advertising or promotion of business, then it shall not be considered as supply, as there is no obligation on part of recipient, the donation or gift to do anything. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താണ്? ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ആ ആൾ ഡൊണേഷൻ കൊടുത്തപ്പോൾ അയാളുടെ ബിസിനസ്സിൻ്റെ അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ആ റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പേര് എന്തെങ്കിലും അക്നോളജ് ചെയ്യുവാണെങ്കിൽ അവിടെ GST ചാർജബിൾ ആയിരിക്കും. എന്നാൽ കേസ് 2 എന്താണ് പറയുന്നത്? വേർ സച്ച് ഡിസ്പ്ലേ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി സൂചകമായിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് റെക്കഗ്നീഷന് വേണ്ടിയിട്ടോ ആ ഡോണറിൻ്റെ ആ ഒരു പ്രവൃത്തിയെ ഒരു പബ്ലിക് വെൽഫെയറിൻ്റെ പേരിൽ അവിടെ ഒരു അഡ്വർടൈസ് ചെയ്യണം അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു പബ്ലിക് വെൽഫെയറിന് വേണ്ടി ആ വ്യക്തിയുടെ ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയെ ഒരു ഒരു നന്ദി സൂചകമായിട്ടോ, അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന നന്ദി സൂചകമായിട്ടോ ഒരു പബ്ലിക് റെക്കഗ്നിഷന് വേണ്ടി മാത്രം ആ വ്യക്തിയുടെ പേരിനെ നെയിം ഡിസ്പ്ലേയിൽ ഇടുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീനെ ഒരിക്കലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും GST ചാർജബിൾ ആവത്തില്ല. അപ്പോൾ ഏത് സിറ്റുവേഷനിലായിരിക്കും GST ചാർജബിൾ ആവുന്നത്? നമ്മൾ പറഞ്ഞ ഈ ആദ്യത്തെ കേസ് നമ്പർ 1 GST ചാർജബിൾ. കാര്യം എന്താണ്? അയാളുടെ പേര് ഡിസ്പ്ലേ ചെയ്യുമ്പം അത് അയാളുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അവിടെ വേറൊന്നുമല്ല, ജസ്റ്റ് ഇത് ചെയ്യുമ്പോൾ പകരം റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു ബാധ്യത ഉള്ളപ്പോൾ അതിന് നമുക്ക് GST നമുക്ക് അതിൽ ചാർജ് ചെയ്യാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഈ റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഇയാളുടെ പേര് പബ്ലിഷ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നെയിം പ്ലേറ്റിൽ കാണിക്കണമെന്നോ ഒരു ഒബ്ലിഗേഷനില്ല, ഒരു ബാധ്യതയും അങ്ങേർക്കില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ റെസിപ്പിയൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് GST ചാർജബിൾ ആവത്തില്ല. സോ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗുഡ് വിഷസ് ഫ്രം Mr. Rajesh, printed underneath a digital backboard donated by Mr. Rajesh to a charitable yoga. രാജേഷ് ഒരു ബാക്ക് ബോർഡ് അത് വന്നിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഗുഡ് വിഷസ് ഫ്രം മിസ്റ്റർ രാജേഷ്. ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ചാരിറ്റബിൾ യോഗ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടതിൽ ഒരിക്കലും ടാക്സബിൾ സപ്ലൈ ആവത്തില്ല. ഒരിക്കലും ടാക്സബിൾ സപ്ലൈ ആവത്തില്ല. അതിൻ്റെ അത് GST ചാർജബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഡൊണേറ്റഡ് ബൈ ശ്രീമതി മലാധി ദേവി ഇൻ ദ മെമ്മറി ഓഫ് എ ഫാദർ written on the door or floor of a room or any part of a temple complex which are constructed from such donation. Maladi Devi. സോ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലായിരിക്കും ഇവിടെ GST ലയബിലിറ്റി ഉണ്ടാവാതിരിക്കുന്നത്? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ GST ലയബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. ഏത് കണ്ടീഷനിൽ? ഏത് ഒരു അമെൻമെൻ്റ് ആണ്? ആ നെയിം പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ ഇസ് മെയ്ഡ് ടു എ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, സ്കൂൾസ്, ഹോസ്പിറ്റൽ, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ് എക്സെട്ര. ഈ പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റോ ഒരു ഡൊണേഷൻ
ഡൊണേഷനോ ഈ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്കൂൾസ്, ഹോസ്പിറ്റൽ, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ് ഇങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമായിരിക്കണം ഈ കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ പോവേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ദ പേയ്മെൻറ്റ് ഹാസ് എ ക്യാരക്ടർ ഓഫ് ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ. എന്താണ് ഈ കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഈ ഇൻഡിവിജ്വൽ ഡോണർ കൊടുക്കുന്ന പേയ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കണം? ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ എന്നുള്ള രീതി. അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഈ ഡൊണേഷൻ ചെയ്യുന്നത് പബ്ലിക് വെൽഫെയറിന് അല്ലെങ്കിൽ ഒരു ഫിലാന്ത്രോപ്പിക് എന്ന് പറഞ്ഞൊരു പബ്ലിക് വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് GST ലെവിയബിൾ അല്ല. സോ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ GST ലയബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഡൊണേഷൻ കൊടുക്കേണ്ടത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കായിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഈ കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ത് ക്യാരക്ടർ ആയിരിക്കണം? ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ എന്നുള്ള രീതിയിലുള്ള പേയ്മെൻറ്റ് ആയിരിക്കണം. തേർഡ്, ദ പേർപ്പസ് ഇസ് ഫിലാന്ത്രോപ്പിക് ആൻഡ് നോട്ട് അഡ്വർടൈസിങ്. എന്താണ്? ഒരു പബ്ലിക് വെൽഫെയറിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ കൊടുക്കുന്ന ഡൊണേഷൻ ആവരുത്. അങ്ങനെയുള്ള ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും GST നമുക്ക് ലെവിയബിൾ ആവത്തില്ല അല്ലെങ്കിൽ GST ലയബിലിറ്റി ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാർജ് ഓഫ് GSTൻ്റെ അകത്തുള്ള അമെൻമെൻറ്റ്സ് ആണ്. നമുക്ക് 2 അമെൻമെൻറ്റ്സ് ആണുള്ളത്. കോമ്പോസിഷൻ സ്കീമിൻ്റെ അകത്തുള്ളതും റിവേഴ്സ് ചാർജ്, 2 മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞ് 2 അമെൻമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കോമ്പോസിഷൻ സ്കീമിൻ്റെ അകത്ത് വരുന്ന എന്ത് തരം അമെൻമെൻ്റ് ആണ് നമുക്കുള്ളത്. അത് പറയുന്നത് മാനുഫാക്ചറർ ഓഫ് എയറേറ്റഡ് വാട്ടർ ആൻഡ് സപ്ലയർ ഓഫ് എയറേറ്റഡ് വാട്ടർ കനോട്ട് ഓപ്റ്റ് ടു പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ലെവി ആൻഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 2/2019 CTR dated 7/3/2019 respectively. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കോമ്പോസിഷൻ സ്കീം നമുക്കറിയാം ആർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോമ്പോസിഷൻ സ്കീം അവൈൽ ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, അവർക്കത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? മാനുഫാക്ചർ ഓഫ് എയറേറ്റഡ് വാട്ടർ ആൻഡ് സപ്ലൈ ഓഫ് എയറേറ്റഡ് വാട്ടർ. ഓക്കെ, നമ്മൾ പറയുന്നത് മാനുഫാക്ചറിനും സപ്ലയർ ഓഫ് എയറേറ്റഡ് വാട്ടറിന് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ് എയറേറ്റഡ് വാട്ടർ? എയറേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ അകത്ത് ഗ്യാസ് ആർട്ടിഫിഷ്യലി ഫില്ല് ചെയ്യുക. എന്നാൽ നമ്മൾ പറഞ്ഞത് സ്പ്രൈറ്റ്, 7up, പിന്നെ സോഡ, ഇതിൻ്റെ അകത്തൊക്കെ ഈ പറയുന്ന വെള്ളമൊക്കെ പറയുന്നത് എയറേറ്റഡ് വാട്ടറാണ്. ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എയറേറ്റഡ് വാട്ടറാണ്. അപ്പോൾ അത് ആരാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, ആരാണോ ഇതിനെ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത്, ഈ 2 ആളുകൾക്കും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്പറിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പം മാനുഫാക്ചർ ഓഫ് എയറേറ്റഡ് വാട്ടർ ആൻഡ് സപ്ലയർ ഓഫ് എയറേറ്റഡ് വാട്ടർ ഈ 2 ആളുകൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ആഫ്റ്റർ അമെൻമെൻറ്റ് എങ്ങനെയായി? വിത്ത് എഫക്റ്റ് ഫ്രം 1/10/2019 1/10/2019 തൊട്ട് എങ്ങനെയാണ് ഇത് അമെൻമെൻറ്റ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾ ഐസ്. ഐസ്ക്രീം മാനുഫാക്ചേഴ്സ് അവർക്കൊന്നും ഈ ഒരു പറഞ്ഞിരിക്കുന്ന കോമ്പോസിഷൻ സ്കീം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പാൻ മസാല, പിന്നെ ഓൾ ഗുഡ്സ്, ദാറ്റ് ഇസ് ടൊബാക്കോ ആൻഡ് മാനുഫാക്ചർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇങ്ങനെയുള്ള ഇതിനൊന്നും കോമ്പോസിഷൻ സ്കീമില്ല. പ്ലസ് ഇപ്പോൾ ഉള്ള അമെൻമെൻറ്റിൽ ഒരു കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. അതേതാണ്? എയറേറ്റഡ് വാട്ടർ. എയറേറ്റഡ് വാട്ടർ ആരൊക്കെയാണ്? മാനുഫാക്ചർ ആൻഡ് സപ്ലയർ. മാനുഫാക്ചറിനും സപ്ലയറിനും ഒരിക്കലും ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫർദർ, ആസ് പെർ notification number 2/2019, a registered person making supplies of the above goods is also not eligible to pay concessional tax under said notification. ആരാണോ ഇത് ചെയ്യുന്നത്, ഇപ്പം ഇത് സപ്ലൈ ചെയ്യുന്നത്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഓഫ് ദ above goods is not eligible to pay concessional tax. അവർക്ക് ഒരിക്കലും ഒരു കൺസെഷണൽ ടാക്സ് പേ ചെയ്യാൻ അവർ ഒരിക്കലും എലിജിബിൾ ആവത്തില്ല. ഏത് നോട്ടിഫിക്കേഷൻ്റെ കീഴിലായിരിക്കും ഇത് വരുന്നത്? നോട്ടിഫിക്കേഷൻ നമ്പർ 2/2019. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. കോമ്പോസിഷൻ സ്കീമിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം എയറേറ്റഡ് വാട്ടറിൽ വരുന്ന ഒരു ചേഞ്ചാണ് വരുന്നത്. അതിൻ്റെ എയറേറ്റഡ് വാട്ടറിൽ മാനുഫാക്ചറിനും സപ്ലയറിനും കോമ്പോസിഷൻ സ്കീം യൂസ് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിവേഴ്സ് ചാർജിൻ്റെ അകത്തുള്ള അമെൻമെൻ്റ് ആണ്. അപ്പോൾ ബിഫോർ അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പേ, ഞാൻ അമെൻമെൻറ്റ് വരുന്നതിന് തൊട്ട് മുമ്പേയുള്ള നമ്മുടെ എൻട്രി 9ലുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പറയുന്നത് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് സർവീസസ് ബൈ ആൻ ഓതർ, മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് ബൈ വേ ഓഫ് ട്രാൻസ്ഫർ or permitting the use or enjoyment of copyright relating to original literacy, dramatic, music or artistic works was payable under reverse charge by publisher, music company, producer. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഓതർ, മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ വർക്ക്, അവർ ചെയ്ത എന്താണ് കഴിവുകൾ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പെർമിറ്റിൻ്റെ യൂസ്, എൻജോയ്മെൻറ്റ് ഓഫ് കോപ്പി റൈറ്റ് എന്താണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്, മ്യൂസിക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പാട്ട് ഉപയോഗിക്കുന്നതിനുള്ള കോപ്പി റൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ആർക്കാണ് കൊടുക്കുന്നത്? മ്യൂസിക് കമ്പനിക്ക്, അതേപോലെ പബ്ലിഷർ, പ്രൊഡ്യൂസർ, എന്താണ് ഓതേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏത് ചാർജിൻ്റെ അകത്താണ് വരുന്നത്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ അകത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻ്റ് ആയിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. റെസിപ്പിയൻ്റ് ഇവിടെ ആരായിരിക്കും? പബ്ലിഷർ. ഇപ്പോൾ ഓതർ ആണെങ്കിൽ ആർക്കായിരിക്കും വർക്ക് കൊടുക്കുന്നത്? പബ്ലിഷറിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ പബ്ലിഷർ ആയിരിക്കും ഇവിടെ ടാക്സ് പേ ചെയ്യേണ്ടത്. അതുപോലെ മ്യൂസിക് കമ്പോസർ വന്നിട്ട് പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആർക്കായിരിക്കും കൊടുക്കുന്നത്? മ്യൂസിക് കമ്പനിക്കായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ പ്രൊഡ്യൂസർ, ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അണ്ടർ വിച്ച് മെക്കാനിസം? അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്നാൽ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഈ എൻട്രി 9 ഒരു ചെറിയൊരാളെ മാത്രം എടുത്ത് അങ്ങ് മാറ്റുന്നുണ്ട്. എൻട്രി 9 ഒരാളെ മാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു ചെറിയൊരു ഒരു അമെൻമെൻ്റ് ആണിത്. അത് പറയുന്നത് ടാക്സ് ആൻഡ് സപ്ലൈ ഓഫ് സർവീസസ് ബൈ മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് ബൈ വേ ഓഫ് ട്രാൻസ്ഫർ പെർമിറ്റിംഗ് ദ യൂസ് എൻജോയ്മെൻറ്റ് ഓഫ് കോപ്പി റൈറ്റ് റിലേറ്റിംഗ് ടു ഒറിജിനൽ ലിറ്ററസി, ഡ്രമാറ്റിക്, മ്യൂസിക് or artistic works was payable under reverse charge by music company, producer or the like located in the taxable territory. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരാൾ മിസ്സിങ് ആണ്. ആരായിരിക്കും? ഓതർ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇവിടെ ഓതർ ഉണ്ട്, ഇവിടെ ഓതർ ഇല്ല. ഓതർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ അകത്തായിരിക്കും വരുന്നത്. ഞാൻ നാളെ ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത് മ്യൂസിക് കമ്പനിക്ക് കൊടുത്താൽ ഇവിടെ മ്യൂസിക് കമ്പനിയാണ് എൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടത്, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ അകത്ത് വരുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം മ്യൂസിക് കമ്പനി, പ്രൊഡ്യൂസർ, ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി, ഇവരെല്ലാം ടാക്സബിൾ ടെറിട്ടറിൻ്റെ അകത്ത് വരുന്നതാണെങ്കിൽ മ്യൂസിക് കമ്പനിയും പ്രൊഡ്യൂസറും ഇവരൊക്കെ ആയിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് അണ്ടർ റിവേഴ്സ് ചാർജ്. എന്നാൽ എൻട്രി 9 പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓതറും ഈ ഓതറിലല്ല, ഓതർ കൊടുക്കുന്ന ഇപ്പോൾ പബ്ലിഷറും മ്യൂസിക് കമ്പനിയും അവരിവരൊക്കെയാണ് ടാക്സ് കൊടുക്കേണ്ടത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുന്നത് ഓതറിന് മാത്രം ഒരു പുതിയൊരു റൈറ്റ് കൊടുത്തു. ഫോർവേഡ് ചാർജിൽ ടാക്സ് പേ ചെയ്യാനുള്ള റൈറ്റ്. അപ്പോൾ ഓതറിന് ചൂസ് ചെയ്യാം ഒന്നെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ പോവാം, അല്ലെങ്കിൽ ഫോർവേഡ് ചാർജിൻ്റെ അകത്തോട്ട് പോവാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഓതർ എന്ന് പറയുന്നത് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് സർവീസസ് ബൈ ആൻ author by way of transfer or permitting the use or enjoyment of a copyright covered under clause A subsection 1 of section 13 of the Copyright Act, 1957 relating to original literacy works to a publisher was payable under reverse charge by publisher located in the taxable territory. However, an author can choose to pay tax under forward charge. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓതറിന് ഒന്നെങ്കിൽ നമുക്ക് റിവേഴ്സ് ചാർജിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഫോർവേഡ് ചാർജിൻ്റെ അകത്തോ ടാക്സ് പേ ചെയ്യാൻ കഴിയും. അത് ഏത് എൻട്രിയിലാണ് പറയുന്നത്? എൻട്രി 9A. എൻട്രി 9 നമ്മൾ പഴയതുപോലെ തന്നെയാണ്, പക്ഷേ ഓതറിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ പേരുടെ കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അവർ ഉറപ്പായിട്ട് റിവേഴ്സ് ചാർജിൻ്റെ അകത്താണ് പേ ചെയ്യേണ്ടത്. അവർക്ക് ഫോർവേഡ് ചാർജിൻ്റെ അകത്ത് പേ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻ്റ് ആയിരിക്കും അവർ ടാക്സ് കൊടുക്കുന്നത്. പക്ഷേ ഓതറിന് മാത്രം അവരൊരു ചെറിയൊരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് ചാർജിൻ്റെ അകത്ത് വേണമെങ്കിൽ ടാക്സ് പേ ചെയ്യാം. അപ്പം നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് പറയാം? വിത്ത് എഫക്ട് ഫ്രം 1/10/2019 പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെയ്ഡ് ഓപ്ഷണൽ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ബൈ ആൻ ഓതർ. ഓതറിൻ്റെ കാര്യത്തിൽ അവരൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഒന്നെങ്കിൽ റിവേഴ്സ് ചാർജ് അല്ലെങ്കിൽ ഫോർവേഡ് ചാർജിൻ്റെ അകത്ത് ടാക്സ് പേ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലനേഷൻ നോട്ട് നമുക്കൊന്ന് നോക്കാം. നൗ ഓതർ ഹാസ് ഗോട്ട് ആൻ ഓപ്ഷൻ ടു പേ ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്. ഹി ക്യാൻ ഓൾസോ ക്ലെയിം ഫോർ ITC
അണ്ടർ റിവേഴ്സ് ചാർജ് ദ റെസിപ്പിയൻറ്റ് ക്യാൻ ക്ലെയിം ഫോർ ITC. ഇവിടെ ഓതറിന് എന്തിനുള്ള റൈറ്റ് കിട്ടി? ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ITC ക്ലെയിം ചെയ്യാം ഓതറിന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിവേഴ്സ് ചാർജിൽ റെസിപ്പിയൻറ്റിനാണ് ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അപ്പം ഈ എൻട്രി 9-ഉം എൻട്രി 9A-യിലും നമ്മൾ കണ്ടത്, എൻട്രി 9A-യിൽ ഓതറിന് ഫോർവേഡ് ചാർജിൽ ചെയ്യാം, എന്താണ് ടാക്സ് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓതറിന് ITC ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ റിവേഴ്സ് ചാർജ് ആണെങ്കിൽ എൻട്രി 9-ൽ പറയുന്ന വ്യക്തികളെല്ലാം റിവേഴ്സ് ചാർജ് വരുന്നതാണ്. അതിൽ റെസിപ്പിയൻറ്റിനായിരിക്കും ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അപ്പം ഓതർ ക്യാൻ ചൂസ് ടു പേ ടാക്സ് ആൻഡ് ഫോർവേഡ് ചാർജ്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഓതറുടെ ഫോർവേഡ് ചാർജിൻ്റെ അകത്ത് ടാക്സ് പേ ചെയ്യാൻ കഴിയും. ആദ്യം പറയുന്നത് ഹി ഹാസ് ടേക്കൻ രജിസ്ട്രേഷൻ അണ്ടർ ദ CGST ആക്ട്. CGST ആക്ടിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോർവേഡ് ചാർജിൻ്റെ അകത്ത് ടാക്സ് പേ ചെയ്യാൻ കഴിയും. സെക്കൻഡ്, ഹി ഹാസ് ഫൈൽഡ് എ ഡിക്ലറേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ് ഫോം ദാറ്റ് ഹി എക്സസൈസ് ദ ഓപ്ഷൻ ടു പേ CGST ഓൺ ദ സെറ്റ് സർവീസ് ആൻഡ് ദ ഫോർവേഡ് ചാർജ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 9 സബ്സെക്ഷൻ 1 ഓഫ് ദ CGST ആക്ട് എന്നാണ്. ഒരു ഡിക്ലറേഷൻ ഫോം ഫയൽ ചെയ്യുക. എനിക്ക് എന്താണ് ഫോർവേഡ് ചാർജിൻ്റെ അകത്ത് ടാക്സ് പേ ചെയ്യാൻ എന്താണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നു, ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഫോം കൊടുക്കുക. Third, he complies with all provisions as they apply to a person liable for paying the tax in relation to the supply of any goods or service. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓതറിന് എല്ലാതരം സാധാരണ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ പ്രൊവിഷൻസും എന്തായിരിക്കും? ആപ്ലിക്കബിൾ ആയിരിക്കും. ഫോർത്ത് വന്നിട്ട് ഹി ഷാൽ നോട്ട് വിഡ്രോ ദ സെറ്റ് ഓപ്ഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് സച്ച് ഓപ്ഷൻ. ഇപ്പോൾ ഓക്കെ, ഫോർവേഡ് ചാർജാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണോ സെലക്ട് ചെയ്യുന്നത് ഒരു വർഷം വരെ അതിൻ്റെ അകത്ത് ഒരു മാറ്റങ്ങളും വരുത്താൻ കഴിയില്ല. ഒരു വർഷം ഈ ഫോർവേഡ് ചാർജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വർഷവും എന്താണ് റിവേഴ്സ് ചാർജിലോട്ട് പോവാതെ ഫോർവേഡ് ചാർജ് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. മേൽ പറഞ്ഞ റിവേഴ്സ് ചാർജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷവും എന്താണ് ഇതിൻ്റെ അകത്തൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. ത്രൂ ഔട്ട് 1 year റിവേഴ്സ് ചാർജ് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. ഫിഫ്ത്ത്, ഹി മേക്സ് എ ഡിക്ലറേഷൻ ഓൺ ദ ഇൻവോയ്സ് ഇൻഷ്യൂർഡ് ബൈ ഹിം ഇൻ ദ പ്രിസ്ക്രൈബ് ഫോം ടു ദ പബ്ലിഷർ. എന്താണ് ഇൻവോയ്സിൻ്റെ അകത്ത് ഡിക്ലറേഷൻ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുക, എന്താണ് പബ്ലിഷറിന് കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് ഡിക്ലറേഷൻ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള 5 കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓതറിന് ടാക്സ് ആൻഡ് ഫോർവേഡ് ചാർജ് ചൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇനി നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് ന്യൂ സർവീസസിനെ പറ്റിയിട്ടാണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ പ്രൊവൈഡഡ് ടു എ ബോഡി കോർപ്പറേറ്റ്. എന്താണ്? ഒരു മോട്ടോർ വെഹിക്കിൾ റെൻറ്റ് ചെയ്യണം. ആർക്കാണ് കൊടുക്കുന്നത്? ഒരു ബോഡി കോർപ്പറേറ്റിന്. അപ്പോൾ ഇത് എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക. റെൻറ്റിംഗ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ടു എ ബോഡി കോർപ്പറേറ്റ്. ബോഡി കോർപ്പറേറ്റിന് മോട്ടോർ വെഹിക്കിൾ റെൻറ്റ് ചെയ്യുന്ന സർവീസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ സർവീസ് സപ്ലൈ ചെയ്യുന്നത്? എനി പേഴ്സൺ അതർ ദാൻ എ ബോഡി കോർപ്പറേറ്റ്. ബോഡി കോർപ്പറേറ്റ് ആവാൻ പാടില്ല. അതർ ദാൻ എ ബോഡി കോർപ്പറേറ്റ് ഹൂ ഈസ് പേയിങ് CGST അറ്റ് 2.5% on renting of motor vehicles with ITC only of input service in the same line of business. അപ്പോൾ ഇവിടുത്തെ സപ്ലൈ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ബോഡി കോർപ്പറേറ്റ് ഒഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും ആവാം. പക്ഷേ അത് ആ വ്യക്തി 2.5% CGST പേ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. എന്നാൽ റെസിപ്പിയൻ്റ് ആരായിരിക്കും? എനി ബോഡി കോർപ്പറേറ്റ് ലൊക്കേറ്റ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. എന്താണ്? ഏത് ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലും ആവാം. പക്ഷേ എന്താണ്? ടാക്സബിൾ ടെറിട്ടറി ലൊക്കേറ്റ് ആയിരിക്കുന്ന ആളായിരിക്കണം. Second, services of lending of securities under Securities Lending Scheme 1997 of SEBI as amended. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് റെൻറ്റിംഗ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ടു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ സെക്കൻഡ് സർവീസ് നമ്മൾ റിവേഴ്സ് ചാർജ് ഹെഡിങ്ങിൻ്റെ അകത്താണ് ഇത് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സർവീസസ് ഓഫ് ലെൻഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്യൂരിറ്റീസ് ലെൻഡിംഗ് സ്കീം 1997 ഓഫ് SEBI as amended. അപ്പോൾ ഇവിടെ എന്താണ്? സെക്യൂരിറ്റീസ് എന്താണ്? നമ്മൾ കടത്തിന് കൊടുക്കുക, ബോറോ ചെയ്യാൻ കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു സർവീസാണ്. അപ്പം സപ്ലയർ ഓഫ് സർവീസ് ആരായിരിക്കും സർവീസ് സപ്ലൈ ചെയ്യുന്നത്? Lender, that is a person who deposits the securities registered in his name or in the name of any other person duly authorized on his behalf with an approved intermediary for the purpose of lending under the scheme of SEBI. അപ്പോൾ ഇവിടെ സപ്ലയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ലെൻഡർ തന്നെ ആയിരിക്കും. ഈ വ്യക്തിയാണ് എന്താണ്? ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി രജിസ്റ്റർഡ് ഇൻ ഹിസ് നെയിം, പുള്ളിക്കാരൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേരിലോ ഡ്യൂലി ഓതറൈസ്ഡ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും പേരിലോ സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്താ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്.
അപ്പോൾ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ബോറോവർ, കടം വാങ്ങിക്കുന്ന ആളായിരിക്കും റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ പേഴ്സൺ ഹു ബോറോസ് സെക്യൂരിറ്റീസ് അണ്ടർ ദ സ്കീം ത്രൂ ആൻ അപ്രൂവ്ഡ് ഇൻ്റർമീഡിയറ്റ് ഓഫ് സെബി. എന്താണ് ഈ റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്? ആരാണോ ഈ സെക്യൂരിറ്റീസ് കടമായി വാങ്ങിക്കുന്നത് ആ വ്യക്തിയായിരിക്കും ഇവിടുത്തെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് ആരായിരിക്കും പേ ചെയ്യുന്നത്? റെസിപ്പിയൻ്റ് ഓഫ് സർവീസ്. കാര്യം ഇത് ഏത് ഹെഡിങ്ങിലുള്ള സർവീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സർവീസും പറഞ്ഞത്? റിവേഴ്സ് ചാർജിൻ്റെ അകത്ത് വരുന്ന മെക്കാനിസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എക്സംഷൻസ് ഫ്രം GST ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് നിലവിലുള്ള കറണ്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മേഘാലയ, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്സാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അമെൻമെൻ്റ് ഉണ്ട്. എന്താണ്? എൻട്രി 9AA അകത്ത് വരുന്നത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഓർ ടു FIFA and a subsidiary directly or indirectly to any of the events under FIFA under 17 Women's World Cup 2020 to be hosted in India. എന്താണ്? സർവീസസ് പ്രൊവൈഡ് ബൈ ഫിഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബൈ ഓർ ടു അവർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സർവീസസ് ആൻഡ് സബ്സിഡറീസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എനി ഓഫ് ദ ഇവൻറ്റ്സ്. ഏത് തരം ഇവൻറ്റ്സിലാണ്? ഫിഫ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പ് 2020 ഈ പറഞ്ഞിരിക്കുന്ന ഇതിന് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് ലെവിയബിൾ. എന്താണ്? GST എന്താണ്? ചാർജബിൾ അല്ല. ഈ പറയുന്ന സർവീസസ് പ്രൊവൈഡ് ബൈ ആൻഡ് ടു ഫിഫയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിൻ്റെ സർവീസസിൻ്റെ അകത്ത് ടാക്സ് ചാർജബിൾ ആയിരിക്കത്തില്ല. അപ്പം എന്തൊക്കെ കണ്ടീഷൻസാണ് വേണ്ടത് ഈ ഒരു ഇതിൻ്റെ അകത്ത് GST പേയബിൾ ആവാതിരിക്കാൻ? കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ്. Director, Sports, Ministry of Youth Affairs and Sports have to certify that the services are directly or indirectly related to any of the events under FIFA Under 17 Women's World Cup 2020. അപ്പോൾ ഡയറക്ടർ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് അല്ലെങ്കിൽ സ്പോർട്സ് എന്താണ്? സർട്ടിഫൈ ചെയ്യണം ഈ സർവീസസിനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി സർട്ടിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് GST എന്താണ് ലയബിലിറ്റി ഇല്ലാതിരിക്കത്തുള്ളൂ. അപ്പോൾ കൺക്ലൂഷൻ പറയുന്നത് പ്രൊമോഷൻ ഓഫ് സ്പോർട്സ് ഇൻ ഇന്ത്യ ഓൺ വേൾഡ് ലെവൽ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവർ നമ്മുടെ ഗവൺമെൻറ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സർവീസ് GST ലയബിലിറ്റി ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ സ്പോർട്സിൻ്റെ പ്രൊമോഷൻ കൊണ്ടുവരാൻ ഒരു വേൾഡ് ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി 9AA എന്ന് പറയുന്നത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഓർ ടു ഫിഫ എന്ന് പറയുന്നതായിരിക്കും. അപ്പം എൻട്രി 82A നെക്സ്റ്റ് കാര്യമാണ് പറയുന്നത് സർവീസസ് ബൈ വേ ഓഫ് റൈറ്റ് ടു അഡ്മിഷൻ ടു ദ ഈവൻറ്റ്സ് ഓർഗനൈസ്ഡ് അണ്ടർ ഫിഫ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പ് 2020. എൻട്രി 82Aൻ്റെ അകത്തുള്ള സർവീസ് എന്ത് തരം സർവീസാണ്? റൈറ്റ് ടു അഡ്മിഷൻ ടു ദ ഓർഗനൈസ് ഫിഫ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഫ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പിൻ്റെ അകത്ത് എന്താണ് നമുക്ക് ആ പ്രോഗ്രാം കാണാനുള്ള അഡ്മിഷൻ അങ്ങനെയുള്ള എന്താണ് സർവീസ് ബൈ വേ ഓഫ് റൈറ്റ് ടു അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും GST liability ഉണ്ടായിരിക്കത്തില്ല. ഇറ്റ്സ് എക്സംപ്റ്റഡ് ആണ്. കൺക്ലൂഷൻ ഇൻ ഓർഡർ ടു അട്രാക്ട് ക്രൗഡ് ആസ് മച്ച് ആസ് പോസിബിൾ അഡ്മിഷൻ ടു ഈവൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ഫിഫ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പ് 2020 ഈസ് ടു ബി ഹോസ്റ്റഡ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ എക്സംപ്റ്റഡ്. എന്താണ്? മാക്സിമം ക്രൗഡിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ തരം സർവീസിനെ അല്ലെങ്കിൽ ഒരു റൈറ്റ് ടു അഡ്മിഷൻ എന്ന് പറഞ്ഞ സർവീസിനെ എന്താണ് ടാക്സ് ലയബിലിറ്റി ഇല്ല ഇങ്ങനെയുള്ള കാര്യം എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നത്. കാര്യം കൂടുതൽ ക്രൗഡിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻട്രി 14 ആണ്. എൻട്രി 14 എന്ന് പറയുന്നത് സർവീസസ് ബൈ എ ഹോട്ടൽ ഇൻ ഗസ്റ്റ് ഹൗസ് ക്ലബ് ഓർ ക്യാമ്പ് സൈറ്റ് ബൈ വാട്ട് എവർ നെയിം കോൾ ഫോർ റെസിഡൻഷ്യൽ ഓർ ലോഡ്ജിംഗ് പർപ്പസസ് ഹാവിംഗ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് എ യൂണിറ്റ് ഓഫ് അക്കോമഡേഷൻ. ഇതിന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ ഹോട്ടൽ ഇൻ ഗസ്റ്റ് ഹൗസ് ക്ലബ്ബ് ക്യാമ്പ് സൈറ്റ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഫോർ റെസിഡൻഷ്യൽ ലോഡ്ജിങ് പർപ്പസ് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ലോഡ്ജിങ് പർപ്പസിന് വേണ്ടി കൊടുക്കുകയാണ്. പക്ഷേ ഒരു വാല്യൂ ഓഫ് സപ്ലൈ ആയിരിക്കും ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു വാല്യൂ ഓഫ് സപ്ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടാക്സ് ലയബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് പഴയ രീതിയിൽ നമ്മൾ പഠിച്ചത് പണ്ടത്തെ ഒരു രീതിയിൽ നിന്ന് ടാക്സ് പേ ചെയ്യുന്നത് ബിലോ ₹1,000 ആണെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത്. എക്സംപ്റ്റഡ് ആണെന്ന് പറയുകയാണ്. ഇപ്പം നമുക്ക് ഹോട്ടലിൽ വരുന്ന ബില്ല് ഒരു ₹900 ആണെങ്കിൽ അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. അങ്ങനെയുള്ളതിന് കൊടുക്കണ്ട. ഇപ്പോൾ പുതിയൊരു അമെൻമെൻറ്റ് ഇത് പഴയതാണ്. അപ്പോൾ പുതിയ അമെൻമെൻറ്റ് എന്തായിരിക്കും? ബിലോ ഓർ ഈക്വൽ ടു ₹1,000
നേരത്തെ 1000 rupees ആയാൽ അത് തൊട്ട് നമുക്ക് GST ലയബിലിറ്റി സ്റ്റാർട്ട് ആവുകയാണ്. പക്ഷേ ഇവിടുത്തെ ന്യൂ കാര്യം എന്താണ്? ന്യൂ അമെൻമെൻറ്റ് എന്താ പറയുന്നത്? ബിലോ ഓർ ഈക്വൽ ടു ₹1000 എന്താണ്? 1000 rupees വരെ ടാക്സ് എന്താണ് എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1000 rupees ആയാലും നമുക്ക് ടാക്സ് കൊടുക്കണ്ട. 1001 rupees ആവുമ്പോഴാണ് നമുക്ക് ടാക്സ് ലയബിലിറ്റീസ് വന്നു തുടങ്ങുന്നത്. പഴയ അമെൻമെൻറ്റിൽ എങ്ങനെയായിരുന്നു? 1000 rupees തൊട്ട് നമുക്ക് ടാക്സ് ലയബിലിറ്റി സ്റ്റാർട്ട് ആവുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ അമെൻമെൻറ്റിൽ 1001 rupees തൊട്ടാണ് ടാക്സ് ലയബിലിറ്റി നമുക്ക് വരുന്നത്. അപ്പം അതുവരെ അതിൽ കുറഞ്ഞ് നിൽക്കുന്നത് വരെ നമുക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ എൻട്രി 14 എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എൻട്രി 19A ആണ്. ഇത് രണ്ടും ഇപ്പോൾ 19Aയും നമ്മൾ 19Bയും പറയും. രണ്ട് കുഞ്ഞായിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് നമുക്കിവിടെ പറയുന്നത് വെച്ചാൽ സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ ആൻ എയർക്രാഫ്റ്റ് ഫ്രം കസ്റ്റംസ് സ്റ്റേഷൻ ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നാണ്. ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഏത് വഴിയാണ്? എയർക്രാഫ്റ്റ് മുഖേന വഴിയാണ്. ഒരു എയർക്രാഫ്റ്റ് വഴി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ചെയ്യുകയാണ് എന്നൊരു പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അപ്പം നേരത്തെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നത് 13/9/2019 വരെ നമുക്ക് ടാക്സ് ഈ ഒരു ടൈം പീരീഡ് വരെ ഈ പറയുന്ന സർവീസ് എക്സെപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ് ആ ടൈം പീരീഡ് അതിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 13/9/2020 വരെ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈം പീരീഡ് ഒരു വർഷം കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ ചെയ്യുന്ന എന്താണ് എയർക്രാഫ്റ്റ് വഴി നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള സർവീസ് എന്താണ് ഫ്രം കസ്റ്റം സ്റ്റേഷൻ അതായത് ക്ലിയറൻസ് ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ പുറത്തോട്ട് എന്താണ് കസ്റ്റം ക്ലിയറൻസ് ഒക്കെ ചെയ്ത് ഗുഡ്സിനെ നമ്മൾ എയർക്രാഫ്റ്റ് വഴി കൊണ്ടുപോകുന്ന സർവീസിനെ നമുക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. അതുവരെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട. ഏത് ടൈം പീരീഡ് വരെ? 13/9/2020. എന്നാൽ എൻട്രി 19B എന്താണ് പറയുന്നത്? എൻട്രി 19Bയും അതുപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇവിടെ വെസലാണ്. ഷിപ്പ് വഴിയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകുന്ന വെസൽ വഴി ഗുഡ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സർവീസിൻ്റെ ടൈം പീരീഡ് നേരത്തെ നമ്മൾ 39/2019 ആണ്. അവർ ഇതിലും ഒരു വർഷം കൂടെ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് 13/9/2020 വരെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എൻട്രി എന്ന് പറഞ്ഞത് എൻട്രി 22 ആണ്. അതിന് സർവീസസ് ബൈ വേ ഓഫ് ഗീവിംഗ് ഓൺ ഹയറിൽ കൊടുക്കുന്നതാണ്. ടു എ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് STU എ മോട്ടോർ വെഹിക്കിൾ മെൻ ടു ക്യാരി മോർ ദാൻ 12 passengers. പിന്നെ നമ്മൾ BC പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചാണ്. എന്നാൽ ഇപ്പോഴത്തെ അമെൻമെൻറ്റ് എന്താണ്? അതെന്ന് പറയുന്നത് ന്യൂ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ടു എ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് STU എ മോട്ടോർ വെഹിക്കിൾ മെൻ ടു ക്യാരി മോർ ദാൻ 12 passengers ഓർ ഒരു പോയിന്റ് കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ടു എ ലോക്കൽ അതോറിറ്റി ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ മെൻ ടു ക്യാരി മോർ ദാൻ 12 passengers. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടെ ഏതിലാണ്? ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക്കലി ടു എ ലോക്കൽ അതോറിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് വെഹിക്കിൾ മെൻ ടു ക്യാരി മോർ ദാൻ 12 passengers. സോ എൻട്രി 22 അങ്ങനെയുള്ള ഒരു കുഞ്ഞ് അമെൻമെൻറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കുഞ്ഞൊരു പോയിന്റും കൂടെ എന്താണ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ടു എ ലോക്കൽ അതോറിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് വെഹിക്കിൾ മെൻ ടു ക്യാരി മോർ ദാൻ 12 passengers എന്നുള്ള ഒരു പോയിന്റും കൂടെ പോയിന്റ് എയിൽ ഇവർ ചേർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. BC എല്ലാം സെയിം ആണ്. അപ്പോൾ ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? EOV മീൻസ് വെഹിക്കിൾ ഫോളിംഗ് അണ്ടർ ചാപ്റ്റർ 87 ഇൻ ദ ഫസ്റ്റ് സ്കെഡ്യൂൾ ടു ദ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 വിച്ച് ഇസ് റൺ സോളി ഓൺ electrical energy derived from an external source or from one or more electrical batteries fitted to such road vehicles. അതാണ് ഇലക്ട്രോണിക് ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇപ്പം നമുക്കൊരു പുതിയ എൻട്രി ഉണ്ട്. എൻട്രി ഏതാണെന്ന് ചോദിച്ചാൽ എൻട്രി 24B ആണ്. ഓൾഡ് പഴയ ഇതിൽ നമുക്കിത് ഇല്ലായിരുന്നു, ഈ എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന എൻട്രിയാണ്. അതിൽ പറയുന്നത് സർവീസസ് ബൈ വേ ഓഫ് സ്റ്റോറേജ് ഓർ വെയർ ഹൗസിംഗ് ഓഫ് സീരിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സ്പൈസസ്, കൊപ്ര, ഷുഗർ കെയിൻ, ജാഗറി, റോ വെജിറ്റബിൾ ഫൈബേഴ്സ് സച്ച് ആസ് കോട്ടൺ, ഫ്ലാക്സ്, ജൂട്ട്, എക്സെട്ര, ഇൻഡിഗോ, അൺമാനുഫാക്ചർഡ് ടൊബാക്കോ, ബീറ്റൽ ലീവ്സ്, തെൻഡു ലീവ്സ്, കോഫി ആൻഡ് ടീ. ഈ പറഞ്ഞ സാധനങ്ങളുടെ സ്റ്റോറേജ്, വെയർ ഹൗസിംഗ് അങ്ങനെയുള്ള സർവീസ് എപ്പോഴും എന്താണ് എക്സെപ്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് ടാക്സ് കൊടുക്കണ്ട. എൻട്രി 24Bയിലാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടാക്സ് എക്സെപ്റ്റഡ് ആയിരിക്കും.
അപ്പം ഇങ്ങനെയുള്ള സാധനം ഈ പറയുന്ന സാധനങ്ങൾ സ്റ്റോറേജ് വെയർ ഹൗസിന്. അപ്പം ഇതിനെയൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഗവൺമെൻറ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് സ്റ്റോറേജും വെയർ ഹൗസിങ്ങിനൊന്നും ഫാമേഴ്സ് അല്ലെങ്കിൽ വേറെ ആരും ഇതിന് അധികം ടാക്സ് ഒന്നും കൊടുത്ത് ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവന്നിരിക്കുന്നൊരു എൻട്രിയാണ് എൻട്രി 24B എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് പറയാം? വെയർ ഹൗസ് കീപ്പർ യൂസ് ടു ചാർജ് റെൻറ്റ് പ്ലസ് GST. എന്താണ്, പണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ വെയർ ഹൗസിലൊക്കെ കൊടുക്കുമ്പം വെയർ ഹൗസ് കീപ്പർ നമ്മുടെ അടുത്ത് നിന്ന് അതിന് കൂടെ ചേർത്ത് GSTയും കൂടെ ചോദിക്കാറുണ്ട്. ആരിൽ നിന്നാണ് ചോദിക്കുന്നത്? ഫ്രം ഫാമേഴ്സ് ഫോർ കീപ്പിംഗ് ദ എബോവ് പ്രോഡക്ട്സ് ഇൻ ഹിസ് വെയർ ഹൗസ്. എന്താണ്, ഫാമേഴ്സിൽ നിന്ന് വാടകയും പ്ലസ് ടാക്സും കൂടെ വെയർ ഹൗസ് കീപ്പർ ചോദിക്കാറുണ്ടായിരുന്നു. In order to reduce the burden onto the farmers, the government has brought a new entry exempting GST on storage of warehousing service. അപ്പം അങ്ങനെയുള്ള ഫാമേഴ്സിൻ്റെ ബാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് ശരി ഇനി GST കൊടുക്കണ്ട. എന്തിനാണ്? ഇങ്ങനെയുള്ള പ്രോഡക്ട്സിൻ്റെ സ്റ്റോറേജും വെയർ ഹൗസിങ്ങിനും വേണ്ടി എന്താണ് GST ഒന്നും കൊടുക്കണ്ട. സോ ഇങ്ങനെയുള്ള സർവീസസ് എപ്പോഴും എക്സെപ്റ്റഡ് ആയിരിക്കും എന്നാണ് ഈ ഒരു എൻട്രി പറയുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു എൻട്രിയാണ്, ഫാമേഴ്സിന് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് എൻട്രി 24B എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത എൻട്രി എന്ന് പറയുന്നത് എൻട്രി 29B ആണ്. ഇതും പണ്ട് നമുക്കില്ലായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന എൻട്രിയാണ്. സർവീസസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഓർ എഗ്രി ടു ബി പ്രൊവൈഡഡ് ബൈ ദ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഫണ്ട്സ് ടു ദ മെമ്പേഴ്സ് അണ്ടർ ദ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഓഫ് ദ കൺസേൺ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. എന്താണ്, ലൈഫ് ഇൻഷുറൻസ് സർവീസ് കൊടുക്കുകയാണ്. ഇത് കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് സർവീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് അവരുടെ മെമ്പേഴ്സിന് വേണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു എൻട്രിയിൽ പറയുന്നത്. അങ്ങനെയുള്ള സർവീസസിന് ഒരിക്കലും ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ പറയുന്ന സർവീസ് എപ്പോഴും എക്സെപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ കൺക്ലൂഷൻ എന്താണ്? സർവീസസ് ബൈ CRPF ആൻഡ് ഓർ CISF ഹാസ് ബീൻ എക്സെപ്റ്റഡ്. അപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ സർവീസ് എന്താണ്? എക്സെപ്റ്റഡ് ആയിരിക്കും. അപ്പം ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് സർവീസ് കൊടുക്കുകയാണ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അവരുടെ മെമ്പേഴ്സിന് വേണ്ടി കൊടുക്കുന്ന സർവീസ്, ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് രീതിയിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അങ്ങനെയുള്ള സർവീസസിനൊക്കെ എന്താണ് ടാക്സ് എക്സെപ്റ്റഡ് ആയിരിക്കും അണ്ടർ എൻട്രി 29B. ഇനി നമുക്ക് എൻട്രി 35നെ പറ്റി പറയാം. ഇത് പണ്ടും ഉണ്ടായിരുന്നിട്ടുള്ള കാര്യമാണ്. എൻട്രി 35 എക്സം സർവീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് പ്രൊവൈഡഡ് അണ്ടർ സ്പെസിഫൈഡ് സ്കീംസ്. 17 സ്കീംസ് വേ പ്രൊവൈഡ് ഇൻ ദിസ് എൻട്രി. ഇതിൻ്റെ അതൊരു കുഞ്ഞ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പണ്ട് ഇതിൻ്റെ അകത്ത് 17 സ്കീം ഉണ്ടായിരുന്നു. ഈ എൻട്രി 35ൻ്റെ അകത്ത് 17 സ്കീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ത് തരം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർവീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ്. ജനറൽ ഇൻഷുറൻസ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ പറഞ്ഞ സ്കീമിൻ്റെ അകത്ത്. അപ്പോൾ ഈ പറഞ്ഞ സ്കീമിൻ്റെ അകത്ത് ഇങ്ങനെ ജനറൽ ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസൊക്കെ ടാക്സ് എക്സെപ്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു അമെൻമെൻറ്റ് വന്നപ്പം എന്താണ് ഒരു പോയിന്റ് ക്യൂ കഴിഞ്ഞ് A to Q വരെ പോയിന്റ്സ് കഴിഞ്ഞാൽ 17 സ്കീമായിരുന്നു, 17 ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു 6 എന്ന് പറഞ്ഞ ഒരു പുതിയൊരു പോയിന്റും കൂടെ എന്താണ് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എ ന്യൂ ക്ലോസ് R ഹാസ് ബീൻ ഇൻസേർട്ടഡ്. എന്താണ്? ബംഗ്ലാ ഷാസി ബീമ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു 18 സ്കീം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 18 സ്കീമിൻ്റെ അകത്ത് വരുന്ന ഈ സർവീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് എന്താണ് നമുക്ക് ടാക്സ് എക്സെപ്റ്റഡ് ആയിരിക്കും. ഏത് എൻട്രീൻ്റെ അകത്താണ്? എൻട്രി 35ൻ്റെ അകത്താണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന നമ്മുടെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ സ്കീം എന്ന് പറയുന്നത് ബംഗ്ലാ ഷാസി ബീമ സ്കീമാണ് വരുന്നത്. അപ്പോൾ കൺക്ലൂഷനായിട്ട് എന്ത് പറയാം? Earlier there were 17 specified general insurance schemes which were exempt. Now there are 18 specified general insurance services which are exempt, the new being Bangla Shasi Bima. അപ്പോൾ മുമ്പേ നമുക്ക് 17 സ്കീമുകളുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് 18 ഉള്ളത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാ ഷാസി ബീമ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ആപ്ലിക്കബിലിറ്റി ഓഫ് GST ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് ഇൻ കേസ് ഓഫ് ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് ഇൻ കേസ് ഓഫ് ലേറ്റ് പേയ്മെൻറ്റ് ഓഫ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് EMI. ഇത് വേറൊന്നുമല്ല, നമ്മൾ EMI ഒക്കെ കൊടുക്കത്തില്ലേ, EMI ഒക്കെ കൊടുക്കുമ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് വരും. എന്താണ്? പൈസ സമയത്ത് കൊടുക്കാത്തതിന് വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് ചാർജ്, നമുക്കൊരു ഡിലേ പേയ്മെൻറ്റ് ചാർജസ് അടയ്ക്കേണ്ടി വരും. ഈ അടയ്ക്കുന്ന ഡിലേ പേയ്മെൻറ്റ് ചാർജസിൻ്റെ അകത്ത് GST ആപ്ലിക്കബിൾ ആകുമോ ഇല്ലേ എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇഷ്യൂ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വെദർ GST is applicable on additional or penal interest on the overdue loan, whether such penal interest would be exempt under Entry 27 of exemption notification, or it would be taxable, treating it as consideration for liquidated
ഡാമേജസ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഈ വൈകി അടയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഈ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ അകത്ത് നമ്മൾ GST അടയ്ക്കേണ്ടി വരുമോ, അതോ ഇത് എൻട്രി 27 അകത്ത് എക്സെപ്റ്റഡ് ആയിരിക്കുമോ എന്നാണ്. ഇനി നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം. ക്ലാരിഫിക്കേഷൻ പറയുന്നത് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് D ഓഫ് ദ CGST ആക്ട്, the value of supply shall include interest or late fee or penalty for delayed payment of any consideration for any supply. Entry 27 of exemption notification inter alia exempts the services by way of extending deposits, loans or advances in so far as the consideration is represented by way of interest or discount other than interest involving credit card services. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് പറയുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് നമ്മളിവിടുത്തെ ഇഷ്യൂ വന്നിട്ട് എന്താ ഇവർ ചോദിച്ചത്, നമ്മൾ എന്തെങ്കിലും EMI പേയ്മെൻറ്റ് എന്തെങ്കിലും ഡിലേ ആവുമ്പോൾ നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുന്ന പീനൽ ഇൻട്രസ്റ്റ് എന്ന എമൗണ്ട് എൻട്രി 27 അകത്ത് എക്സെപ്റ്റ് ആവുമോ ഇല്ലയോ എന്നാണ് നമ്മളിവിടുത്തെ ചോദ്യം. അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആൻസർ പാർട്ടൊക്കെ എഴുതുമ്പോൾ മെയിനായിട്ട് എഴുതേണ്ട പാരഗ്രാഫ് കൂടെയാണിത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് D എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത്, സെക്ഷൻ 15 സബ്സെക്ഷൻ 2ൻ്റെ അകത്ത് വാല്യൂ ഓഫ് സപ്ലൈ ഷാൽ ഇൻക്ലൂഡ്, എന്താണ് വാല്യൂ ഓഫ് സപ്ലൈൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവും എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ ഷാൽ ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യമായിരിക്കും വരുന്നത്, ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീ ഓർ പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെൻറ്റ്, നമ്മൾ വൈകി അടയ്ക്കുന്ന പേയ്മെൻറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ അല്ലെങ്കിൽ പെനാൽറ്റി, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്താണ്, ഡിലേ പേയ്മെൻറ്റ് ഓഫ് എനി കൺസിഡറേഷൻ ഫോർ എനി സപ്ലൈ, നമ്മൾ സപ്ലൈക്ക് കൊടുക്കേണ്ടി വരുന്ന ഡിലേ പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് D പറയുന്നത് വാല്യൂ സപ്ലൈൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലേറ്റ് ഫീ അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സപ്ലൈൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻട്രി 27 ഓഫ് എക്സംഷൻ, അപ്പോൾ എൻട്രി 27 എന്ത് കാര്യമായിരിക്കും എക്സംപ്റ്റ് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നത് ഏത് കാര്യത്തിനായിരിക്കും. അപ്പം എൻട്രി 27 ഓഫ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഏരിയ എക്സെപ്റ്റ്സ് the services by way of extending deposits or loans or advances in so far as the consideration is represented by way of interest or ഡിസ്കൗണ്ട്. എന്താണ്, നമ്മൾ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക, ആ സമയത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ടും ആണ് എൻട്രി 27 അകത്ത് എക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് D പറയുന്നത് എന്താണ്, ആ ഒരു സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാല്യൂ സപ്ലൈൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നാണ്. അപ്പോൾ വാല്യൂ സപ്ലൈൻ്റെ അകത്ത് എല്ലാ എമൗണ്ടും വരും, അതിൻ്റെ കൂടെ എന്തും കൂടെ വരും, നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഡിലേ ആവുമ്പോൾ ചാർജ് ചെയ്യുന്ന പീനൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലേറ്റ് ഫീ, പെനാൽറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാല്യൂ സപ്ലൈൻ്റെ അകത്ത് വരും. അങ്ങനെയാണെങ്കിൽ എൻട്രി 27 എന്തായിരിക്കും എക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണ്, എങ്ങനെയാണ് ലോൺ കൊടുത്തോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോ, ലോൺ കൊടുക്കുകയോ അഡ്വാൻസ് കൊടുക്കുകയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട്, ആരാണ് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, ആ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ടും എന്താണ് എൻട്രി 27 അകത്ത് എക്സെപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ക്ലാരിഫിക്കേഷൻ്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാര എന്തായിരിക്കും പറയുന്നത്, ഹിയർ ഇൻട്രസ്റ്റ് മീൻസ്, ഇവിടെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കാര്യം എൻട്രി 27 അകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആണ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹിയർ ഇൻട്രസ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ എനി മാനർ ഇൻ റെസ്പെക്ട് ഓഫ് ഇനി മണി ബോറോഡ് ഓർ ഡെപ്റ്റ് ഇൻകേർഡ്. എന്താണ്, എന്ത് തരത്തിലുള്ള ഇൻട്രസ്റ്റോ ആവും, എന്താണ് നമ്മൾ പൈസ കടം വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കടം ഉണ്ടാകുമ്പോഴോ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആവാം. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, എന്താണ്, പക്ഷേ ഈ ഇൻട്രസ്റ്റ് എമൗണ്ടിനകത്ത് എന്ത് ഇൻക്ലൂഡ് ആവാൻ പാടില്ല, ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി സർവീസ് ഫീ. സർവീസ് ഫീ എന്ന് പറയുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഫീ എന്നും പറയാം. സർവീസ് ഫീ ഓർ അതർ ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് ദ മണീസ് ബോറോഡ് ഓർ ഡെപ്റ്റ് ഇൻകേർഡ് ഓർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ക്രെഡിറ്റ് ഫെസിലിറ്റി വിച്ച് ഹാസ് നോട്ട് ബീൻ യൂട്ടിലൈസ്ഡ്. എന്താണ്, നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടമായിട്ട് വാങ്ങിക്കുന്ന പൈസയിലോ ഡെപ്റ്റ് ഇൻകേർഡ് ആകുമ്പോഴോ ഉള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എൻട്രി 27 അകത്ത്
ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് എമൗണ്ടിനകത്ത് എന്ത് തരം എമൗണ്ട്സ് വരാൻ പാടില്ല? സർവീസ് ഫീ ഓർ അതർ ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് ദ മണീസ് ബോറോഡ് ഓർ ഡെപ്റ്റ് ഇൻകേർഡ്, ഇങ്ങനെയുള്ള സർവീസ് ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഇൻട്രസ്റ്റ് എമൗണ്ടിനകത്ത് വരാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാരിഫിക്കേഷൻ അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു 2 ട്രാൻസാക്ഷൻ നടത്തുവാണ്, സപ്ലൈ ചെയ്യുന്നുണ്ട്, സപ്ലൈ ഒരു എമൗണ്ട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി സമയത്ത് പൈസ കൊടുത്തില്ല, EMI കൃത്യമായിട്ട് അടച്ചില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ അകത്ത് GST ലയബിലിറ്റി ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈൻ്റെ അകത്ത് ഇതും കൂടെ ചേർക്കുന്നതായിരിക്കുമോ എന്നുള്ള കേസിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് ഡിയും അതുപോലെ എൻട്രി 27 എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത ഇൻട്രസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഈ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 കേസസ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ സിറ്റുവേഷൻസ് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ കേസ് 1 എന്തായിരിക്കും പറയുന്നത്? തരുൺ സെൽസ് എ മൊബൈൽ ഫോൺ ടു കിരൺ. കിരണിന് തരുൺ ഒരു മൊബൈൽ ഫോൺ വിൽക്കുവാണ്. കോസ്റ്റ് ഓഫ് മൊബൈൽ ₹40,000, ഇൻസ്റ്റാൾമെൻറ്റ് ₹11,000 പെർ മന്ത് ഓവർ നെക്സ്റ്റ് 4 months. അപ്പം ആ ഒരു മൊബൈലിൻ്റെ വില എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ഈ 40,000 രൂപ എന്ന് പറയുന്നത് EMIയിൽ കിരണിന് അടയ്ക്കാൻ പറ്റും. തരുണിന് EMI ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 4 മാസമായിട്ട് ഓരോ മാസത്തിൽ 11,000 വെച്ച് അടയ്ക്കണം. അങ്ങനെ 4 മാസം 44,000 രൂപയാണ് EMI ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഇഫ് ദർ ഇസ് എ ഡിലേ ഇൻ പേയ്മെൻറ്റ്, എന്തെങ്കിലും ഈ കിരൺ അടയ്ക്കാൻ എന്തെങ്കിലും ഡിലേ ചെയ്യുവാണ്, പേയ്മെൻറ്റ് കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പീനൽ ഇൻട്രസ്റ്റ് പീനൽ ഇൻട്രസ്റ്റ് ഓരോ മാസവും 500 രൂപ വെച്ച് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് EMI കൃത്യമായിട്ട് അടയ്ക്കാതിരിക്കുമ്പോൾ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് GSTയിലെ ലയബിലിറ്റി വരുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് പറയുന്നതെന്ന് വെച്ചാൽ, തരുണും കിരണും തമ്മിലൊരു ട്രാൻസാക്ഷൻ വരുവാണ്. കിരൺ തരുണിൻ്റെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ വാങ്ങിക്കുന്നു. എന്നിട്ട് മൊത്തം പൈസ 40,000 രൂപയായിട്ട് കൊടുക്കാനില്ലാത്തതുകൊണ്ട് മാസം 11,000 രൂപയായിട്ട് EMI ആയിട്ട് അടയ്ക്കാമെന്ന് പറയുവാണ്. അപ്പോൾ ഒരു മാസം ഏതെങ്കിലും ഒരു മാസത്തിൽ കൃത്യമായിട്ട് പൈസ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് ഓരോ മാസം 500 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യൻ അല്ല, സിറ്റുവേഷൻ. ഇനി ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഇഫ് കിരൺ ഫെയിൽസ് ടു മേക്ക് പേയ്മെൻറ്റ് ഇൻ ടൈം. ഇനി യഥാർത്ഥത്തിൽ കിരൺ പേയ്മെൻറ്റ് കൃത്യസമയത്ത് കൊടുക്കാൻ വൈകുകയാണെങ്കിൽ വിത്ത് പീനൽ ഇൻട്രസ്റ്റ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈൻ്റെ അകത്ത് ചേർക്കുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് പറയാം? ഇൻ ദിസ് കേസ് ദ മെയിൻ ട്രാൻസാക്ഷൻ ഈസ് ഓഫ് സപ്ലൈ ഓഫ് മൊബൈൽ ഫോൺ. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് എന്ത് തരം സപ്ലൈ ആണെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്നത് അങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സപ്ലൈ ഓഫ് മൊബൈൽ ഫോണാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അലോയിങ് പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് എ ജനറൽ ബിസിനസ് പോളിസി. പൊതുവേ നമ്മളൊരു മൊബൈൽ കൊടുക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പൊതുവേ നമ്മളൊരു ബിസിനസ് തലങ്ങളിൽ കാണുന്ന ഒരു രീതി മാത്രമാണ് എന്തെന്ന് പറയുന്നത്, EMIയിൽ എമൗണ്ട് പേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പേയ്മെൻറ്റ് മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു ജനറൽ ബിസിനസ് പോളിസിയാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പറയുന്നത്? Therefore, the amount of penal interest is to be included in the value of supply in terms of section 15 subsection 2 subclause D. അപ്പോൾ സെക്ഷൻ 15 subsection 2ൻ്റെ അകത്ത് പറയുന്നത് അങ്ങനെയുള്ള പീനൽ ഇൻട്രസ്റ്റിനെ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈൻ്റെ അകത്ത് ചേർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പീനൽ ഇൻട്രസ്റ്റിൻ്റെ മേലിൽ GST ലയബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് തരം സപ്ലൈ ആണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നടക്കുന്ന സപ്ലൈ ഓഫ് മൊബൈലാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ പേയ്മെൻറ്റും EMI ആയിട്ട് അടയ്ക്കുന്നത് ഒരു ജനറൽ ബിസിനസ് പോളിസി. ഈ ഒരു ടേം നമ്മുടെ ആൻസറിൻ്റെ അകത്ത് വരണം. അപ്പോൾ ജനറൽ ബിസിനസ് പോളിസീൻ്റെ അകത്ത് ഒരു പൊതുവേ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ്ക്ലോസ് ഡിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പീനൽ ഇൻട്രസ്റ്റ് എല്ലാം വാല്യൂ സപ്ലൈൻ്റെ അകത്ത് ചേർക്കുന്നതായിരിക്കും. അതോടൊപ്പം പീനൽ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ GST ലയബിലിറ്റി ഉണ്ടാവുന്നതും ആയിരിക്കും.
അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ്ക്ലോസ് ഡീൻ്റെ അകത്ത് വാല്യൂ സപ്ലൈൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് എല്ലാം വരും, ഇൻട്രസ്റ്റ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലേറ്റ് ഫീ അല്ലെങ്കിൽ പെനാൽറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലായത് എപ്പോൾ മാത്രമായിരിക്കും സപ്ലൈ വാല്യൂവിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള സംഭവം വരുന്നത്? ജനറൽ ബിസിനസ് പോളിസീൻ്റെ അകത്ത് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അങ്ങനെ ഒരു ജനറൽ ബിസിനസ് പോളിസീൻ്റെ അകത്ത് അങ്ങനെ പൊതുവേ ഒരു EMI ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ സെക്ഷൻ 15 സബ്സെക്ഷൻ 2ൻ്റെ അകത്ത് നമ്മൾ വാല്യൂ സപ്ലൈൻ്റെ അകത്ത് നമ്മൾ ചേർക്കത്തുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. ഇൻ ദിസ് കേസ് കിരൺ ടേക്സ് എ ലോൺ ഫ്രം ടാറ്റ ഫിനാൻസ് ലിമിറ്റഡ് ടു പർച്ചേസ് മൊബൈൽ ഫ്രം തരുൺ. Here there are two transactions. First transaction between Tarun and Kiran based on mobile. Second transaction between Kiran and Tata in the nature of financing. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. തരുണിൽ നിന്ന് കിരൺ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, അത് EMIയിൽ പേ ചെയ്യുന്ന എമൗണ്ട്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ പറയുന്നത്? കിരണിൻ്റെ കയ്യിൽ എന്താണ് കൊടുക്കാൻ പൈസയില്ല, മൊബൈൽ തരുണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പൈസയില്ല. അതുകൊണ്ട് കിരൺ എന്ത് ചെയ്തു? ടാറ്റ ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് പൈസ കടമായിട്ട് വാങ്ങിച്ചു. എന്നിട്ട് ടാറ്റ ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തരുണിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാണ് മൊബൈൽ വാങ്ങിക്കാൻ. അപ്പോൾ ഇവിടെ രണ്ട് തരം ട്രാൻസാക്ഷൻസ് ആണുള്ളത്, 2 ട്രാൻസാക്ഷൻസ് ആണുള്ളത്. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ തരുൺ ആൻഡ് കിരൺ. ആദ്യത്തെ ട്രാൻസാക്ഷൻ തരുണും കിരണും ഇടയിലാണ് ഉള്ള ട്രാൻസാക്ഷൻ ആണ്, ബേസ്ഡ് ഓൺ മൊബൈലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണുള്ളത്. എന്നാൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കിരണും ടാറ്റ ഫിനാൻസ് ലിമിറ്റഡും തമ്മിലുള്ള ഇടയിലുള്ള ട്രാൻസാക്ഷൻ ആണ്. അത് എന്ത് തരം നേച്ചറിലുള്ളതെന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് നേച്ചറുള്ള കാര്യം. കിരണും ടാറ്റയും തമ്മിൽ മൊബൈൽ ഇടപാടുകളൊന്നുമില്ല, ജസ്റ്റ് ടാറ്റ ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് ഇത്ര ഒരു എമൗണ്ട് എടുത്തിട്ട് അത് തരുണിൻ്റെ കയ്യിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരിക്കും ഇവരിവിടെ പറയുന്ന ക്വസ്റ്റ്യൻ? ഇഫ് കിരൺ ഫെയിൽസ് ടു മേക്ക് പേയ്മെൻറ്റ്, ഇപ്പം കിരൺ സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ വൈകുവാണെങ്കിൽ വിൽ ദ പീനൽ ഇൻട്രസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ സപ്ലൈ? വാല്യൂ സപ്ലൈൻ്റെ അത് പീനൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ കിരൺ സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് നമ്മുടെ വാല്യൂ സപ്ലൈൻ്റെ അകത്ത് വരുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ഹിയർ ദ അഡീഷണൽ ഓർ പീനൽ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഫോർ എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കിരൺ ആൻഡ് ടാറ്റ ഫിനാൻസ് ലിമിറ്റഡ് ആൻഡ് ദ സെയിം ഈസ് ഗെറ്റിംഗ് കവേർഡ് അണ്ടർ എക്സംഷൻ എൻട്രി 27. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എൻട്രി 27ൻ്റെ അകത്ത് എന്ത് തരം ആക്ടിവിറ്റീസ് ആയിരിക്കും എക്സെപ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും നമ്മൾ ലോൺ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ലോൺ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ഡെപ്പോസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതോ അങ്ങനെയുള്ള സർവീസുകളിലൊക്കെ എന്തായിരിക്കും എൻട്രി 27 അനുസരിച്ച് അങ്ങനെയുള്ള സർവീസൊക്കെ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതേ കാര്യമല്ലേ കിരണും ടാറ്റ ഫിനാൻസ് ലിമിറ്റഡും തമ്മിൽ നടന്നിരിക്കുന്നത്. ടാറ്റ ഫിനാൻസ് എന്താ ചെയ്തിരിക്കുന്നത്? കിരണിന് ഒരു ലോൺ എമൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു 40,000 റുപ്പീസ് കിരണിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ട് അങ്ങനെ അതിൻ്റെ അകത്ത് പേ ചെയ്യേണ്ടി വരുന്ന അഡീഷണൽ അല്ലെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ടൊക്കെ നമ്മുടെ എൻട്രി 27ൻ്റെ അകത്ത് എക്സെപ്റ്റഡ് ആയിരിക്കും. അഡീഷണൽ ഓർ പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്താണ് ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് വരുന്നതുകൊണ്ട് എൻട്രി 27 അനുസരിച്ച് ഇത് എക്സെപ്റ്റഡ് ആയിരിക്കും. സോ ടാക്സ് പേ ചെയ്യേണ്ടി വരത്തില്ല. Consequently, in the case the penal interest charged thereon on a transaction between Kiran and Tata would not subject to GST, as the same would be covered under said exemption entry. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പീനൽ ഇൻട്രസ്റ്റ് ഈ വരുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് കിരണും ടാറ്റ ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ഇടയിൽ വരുന്ന ട്രാൻസാക്ഷനിൽ വരുന്ന പീനൽ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ എൻട്രി 27 അത് എക്സെപ്റ്റഡ് ആവും. സോ ക്വൈറ്റ് ഒബ്വിയസ്ലി നമ്മൾ എന്തായിരിക്കും GST അതിൻ്റെ അത് ലെവിയബിൾ ആവത്തില്ല. അപ്പം വുഡ് നോട്ട് ബി സബ്ജക്ട് ടു GST ആസ് എ സെയിം വുഡ് ബി കവേർഡ് അണ്ടർ സെഡ് എക്സെപ്ഷൻ എൻട്രി. അത് എന്ത് എൻട്രിയിൽ കവർ ചെയ്യുന്നതായിരിക്കും? എൻട്രി 27 അത് കവർ ചെയ്യുന്നതായിരിക്കും. However, any service fee or charge or any other charges ഈ മേൽ പറഞ്ഞ അഡീഷണൽ അല്ലെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് അല്ലാതെ എന്തെങ്കിലും എനി സർവീസ് ഫീ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീ ഒക്കെയാണ് സർവീസ് ഫീ ഓർ ചാർജ് ഓർ എനി അതർ ചാർജസ്, സർവീസ് ഫീ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാർജസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് എനി ആർ ലെവീഡ് ബൈ ടാറ്റ ഫിനാൻസ് ലിമിറ്റഡ് കിരണിൻ്റെ അടുത്ത് പറയുവാണ് ഇനി ഈ പറഞ്ഞ സർവീസ് ഫീ അല്ലെങ്കിൽ വേറെ മറ്റു ചില ചാർജസ് ഒക്കെ പേ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ ഇൻ റെസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ റിലേറ്റഡ് to extending deposit, loan or advances does not qualify to be interest as defined in exemption notification and accordingly will not be exempt.
അപ്പോൾ ഇവിടെ എന്തായിരിക്കും കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്താണ് ടാറ്റ ഫിനാൻസ് ലിമിറ്റഡ് കിരണിന് ഒരു കടമായിട്ട് കൊടുത്തിരിക്കുന്നു പൈസ. അപ്പോൾ പൈസ കൊടുത്തപ്പം അതിൻ്റെ അകത്ത് ഇപ്പം കിരൺ കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പീനൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തോ കുഴപ്പമില്ല. ആ പീനൽ ഇൻട്രസ്റ്റ് എൻട്രി 27 അനുസരിച്ച് എക്സെംപ്റ്റ് ചെയ്യും. എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടാണോ പറയുന്നത്? അല്ല, ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും സർവീസ് ഫീയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജസോ എന്തെങ്കിലും ടാറ്റ ഫിനാൻസ് ലിമിറ്റഡ് കിരണിൽ നിന്ന് വാങ്ങിക്കണം. എന്തിൻ്റെ പേരിൽ? ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ്സ്, ലോൺ ഓർ അഡ്വാൻസ് ലോൺ കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും സർവീസ് ഫീ എന്തെങ്കിലും ചാർജ് ചെയ്യുവാണെങ്കിൽ ഡസ് നോട്ട് ക്വാളിഫൈ ടു ബി ഇൻട്രസ്റ്റ് എസ് ഡിഫൈൻഡ് ഇൻ എക്സംഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻട്രി 27 പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വകുപ്പിൻ്റെ അത് ഈ സർവീസ് ഫീ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻട്രി 27 അനുസരിച്ച് ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഒരു സർവീസ് ഫീയോ അല്ലെങ്കിൽ വേറെ മറ്റ് ചില ചാർജസ് ആണ്. അപ്പം ഇതിനെ നമുക്ക് ഒരിക്കലും എക്സെംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായിരിക്കും ഇത് GSTൻ്റെ അകത്ത് ലെവിയബിൾ ആണ്. GST നമുക്ക് പേ ചെയ്യേണ്ടി വരും. GST ലയബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കും. മോറോവർ ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് മൊബൈൽ ബൈ തരുൺ ടു കിരൺ വുഡ് ബി ₹40,000 ഫോർ ദ പർപ്പസ് ഓഫ് ലെവി ഓഫ് GST. അങ്ങനെയാണെങ്കിൽ നമ്മൾ തരുൺ ടു കിരൺ എന്ന് പറയുന്ന വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അതിൻ്റെ അകത്ത് GST ആപ്ലിക്കബിൾ ആവും. സോ ഇത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ അകത്തുള്ളത്. രണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. നമ്മുടെ സെക്ഷൻ 15 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് ഡിയും അതുപോലെ എൻട്രി 27 ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിക്കും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ തന്നിട്ട് വാല്യൂ സപ്ലൈൻ്റെ അകത്ത് വരുന്നതായിരിക്കുമോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മളിത് കൺസിഡർ ചെയ്യണോ, അതിൻ്റെ അകത്ത് GST ലയബിലിറ്റി ഉണ്ടായിരിക്കുമോ, എക്സെംപ്റ്റഡ് ആവുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ പാർട്ടിൽ നിന്ന് വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ നോക്കാം. ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഗവൺമെൻറ് ചില കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നതാണ് ഈ പറയുന്ന ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത്? ക്ലാരിഫിക്കേഷൻ ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു GST ഓൺ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഓർ കോൺട്രിബ്യൂഷൻ ചാർജ് ബൈ എ റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ഫ്രം ഹിസ് മെമ്പേഴ്സ്. റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ അവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന്, മെമ്പേഴ്സിൽ നിന്ന് ചില സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനൊക്കെ മന്ത്ലി മാസക്കണക്കിന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് GST വരുമോ ഇല്ലയോ, എങ്ങനെയായിരിക്കും GST ചാർജബിൾ ആവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ. ആർ ദ മെയിൻ്റനൻസ് ചാർജസ് പെയ്ഡ് ബൈ റെസിഡൻസ് ടു ദ RWA എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ഇൻ എ ഹൗസിംഗ് സൊസൈറ്റി എക്സെംപ്റ്റ് ഫ്രം GST, ആൻഡ് ഇഫ് യെസ് is there are upper limit on the amount of such charges for the exemption to be available. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ചാർജസ് ആയിട്ടൊക്കെ റെസിഡൻസിൽ നിന്ന് വാങ്ങിക്കുന്ന RWA നമ്മുടെ റെസിഡൻസിൽ നിന്ന് വാങ്ങിക്കുന്ന മെയിൻ്റനൻസ് ചാർജസ് ഒക്കെ GSTൻ്റെ അകത്ത് എക്സെംപ്റ്റഡ് ആവുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ എക്സെംപ്റ്റഡ് ആവുകയാണെങ്കിൽ ഇഫ് യെസ് ഈസ് ദർ ആൻ അപ്പർ ലിമിറ്റ്, എന്തെങ്കിലും അപ്പർ ലിമിറ്റ് ദ സീലിംഗ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു അപ്പർ ലിമിറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓൺ ദ എമൗണ്ട് ഓഫ് സച്ച് ചാർജ് ഫോർ ദ എക്സെംപ്ഷൻ ടു ബി അവൈലബിൾ. എന്തെങ്കിലും ഇപ്പോൾ ഇത്ര രൂപ വെച്ച് നമുക്ക് എക്സെംപ്റ്റഡ് ആണ്, അതിനപ്പുറം ഒരു എമൗണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ GST കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള എന്തെങ്കിലും അപ്പർ ലിമിറ്റ്സ് ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്തായിരിക്കും? സപ്ലൈ ഓഫ് സർവീസ് ബൈ RWA എന്ന് പറഞ്ഞാൽ അൺഇൻകോപ്പറേറ്റഡ് ബോഡി. RWA എന്ന് പറയുന്നത് ഒരു അൺഇൻകോപ്പറേറ്റഡ് ബോഡി അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ ആയിരിക്കണം. ഈ RWA എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റിന് വേണ്ടിയൊന്നും വർക്ക് ചെയ്യുന്നതായിരിക്കരുത്. അല്ല, അതിനോടൊപ്പം തന്നെ ഒരു അൺഇൻകോപ്പറേറ്റഡ് ബോഡി ആവാൻ പാടില്ല. അപ്പോൾ ടു ഹിസ് മെമ്പേഴ്സ് ബൈ വേ ഓഫ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ചാർജസ് or share of contribution up to an amount of ₹7,500 per month per member for providing services and goods for the common use of its members in a housing society or residential complex are exempt from GST. ഇത്ര സിമ്പിളായിട്ട് പറയുന്നു പറഞ്ഞാൽ RWA എന്തെങ്കിലും ഒരു എമൗണ്ട് അവരുടെ റെസിഡൻസിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ആ എമൗണ്ട് 7,500 രൂപ വരെ ഓരോ മാസം ഓരോ മെമ്പറിൽ നിന്ന് 7,500 രൂപ വരെ എക്സെംപ്റ്റ് ഫ്രം GST. അതിനൊന്ന് GST കൊടുക്കണം, അതുവരെ എക്സെംപ്റ്റഡ് ആയിരിക്കും. 7,500 രൂപയുടെ മുകളിൽ പോയാൽ മാത്രമായിരിക്കും അവിടെ GST ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടെ എന്ത് തരാണ്? സപ്ലൈ ഓഫ് സർവീസ് ബൈ RWA ടു ഹിസ് ഓൺ മെമ്പേഴ്സ് ബൈ വേ ഓഫ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ചാർജസ് ഓർ ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ അപ് ടു ആൻ എമൗണ്ട് ഓഫ് ₹7,500 per month per member എന്നായിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
for the common use of its members in a housing society or a residential complex and a housing society members-ന് വേണ്ടി കോമൺ യൂസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ്, സർവീസും ആവാം ഗുഡ്സും ആവാം. അവർ കൊടുക്കുന്ന സർവീസ് മാത്രമല്ല ഗുഡ്സും ആയിരിക്കാം. അങ്ങനെയുള്ള 2 കേസുകളിൽ മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അവിടുത്തെ റെസിഡൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ മെമ്പറിൽ നിന്ന് 7500 രൂപ വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി, കാര്യം പിടികിട്ടി. 7500 രൂപ വരെ എന്തെങ്കിലും റെസിഡൻസ് കൊടുക്കുവാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, RWA ഹാസ് അഗ്രിഗേറ്റ് ടേൺ ഓഫ് ₹20 lakh എന്നാണ്. ഈ റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ, ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. ഓർ ലെസ് ഇൻ എ ഫിനാൻഷ്യൽ, ഞാൻ 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്, ₹20 lakhs or less in a financial year. Is it required to take registration and pay GST on maintenance charges if the amount of such charges is more than ₹7,500 per month per member? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? RWAയുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ അവർ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? GSTയിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്നിട്ട് ഇവർ ഇതിൻ്റെ അത് GST അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇൻ കേസ് 7500 രൂപയ്ക്ക് മുകളിൽ ആണ് ഇവർ മെമ്പേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന കോൺട്രിബ്യൂഷൻ എങ്കിൽ അതിൽ GST അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസർ നോക്കാം. നോ എന്നാണ് ഉത്തരം. എന്താണ് ഇവർ ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എന്താണ് ഇതിൻ്റെ അകത്ത് GST അടയ്ക്കേണ്ടി വരത്തില്ല എന്നാണ് പറയുന്നത്. ഇഫ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് എൻ RWA ഡസ് നോട്ട് എക്സീഡ് 20 lakhs in a financial year, it shall not be required to take registration and pay GST even if the amount of maintenance charges exceeds ₹7,500 per month per member. എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പം RWAയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വരുന്നതെങ്കിൽ അവർക്ക് GST അടയ്ക്കേണ്ടി വരത്തില്ല. ഈവൻ ദോ ആ മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 7500 രൂപയെ കൂടുതലാണെങ്കിൽ പോലും അവർക്ക് GST അടയ്ക്കേണ്ടി വരത്തില്ല. കാര്യം എന്താണ്? RWAയുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുക്കണമെന്നുമില്ല. 7500 രൂപയ്ക്ക് കൂടുതലാണ് ഒരു മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് GST പേ ചെയ്യേണ്ടിയും വരത്തില്ല. അപ്പോൾ അവിടെ GST ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. RWA shall be required to pay GST on monthly subscription or contribution charged from its members only if such subscription is more than 7,500 per month per member and the annual aggregate turnover of RWA by way of supplying of service and goods is also ₹20 lakhs or more. അപ്പോൾ 2 കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവിടെ GST അടയ്ക്കേണ്ടി വരുള്ളൂ. 2 കണ്ടീഷൻസ് ഒരുമിച്ച് തന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ GST അടയ്ക്കേണ്ടി വരത്തുള്ളൂ. ഒന്ന്, RWAയുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 ലക്ഷം രൂപയെ കൂടുതലായിരിക്കണം. പ്ലസ് ഓരോ മെമ്പർ അവരിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് 7500 രൂപയെ കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ GST ചാർജ് ചെയ്താൽ മതി, GST അടച്ചാൽ മതി RWAയ്ക്ക്. അപ്പോൾ RWA are entitled to take ITC of a GST paid by them on capital goods. അപ്പം എന്താണ് RWA എന്തിന് എലിജിബിൾ ആണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC എടുക്കാൻ എലിജിബിൾ ആയിരിക്കും. എന്താണ് ദം ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പം ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അവർ വാങ്ങിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ്, ഇപ്പോൾ ജനറേറ്റേഴ്സ്, വാട്ടർ പമ്പ്സ്, ലോൺ ഫർണിച്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ് ഇവർ GST പേ ചെയ്തിട്ടുള്ളത്. അതിന് ITC RWAക്കാർക്ക് എടുക്കാൻ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമല്ല, സാധാരണ ഗുഡ്സ് ഉണ്ടല്ലോ, ടാപ്സ്, പൈപ്പ്, അത് സാനിറ്ററി ഓർ ഹാർഡ്വെയർ ഫില്ലിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ITC എടുക്കാവുന്നതാണ്. ആൻഡ് ഇൻപുട്ട് സർവീസസ് സച്ച് ആസ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് സർവീസ്, അതുപോലെ ഇൻപുട്ട് സർവീസുകളും എന്തെങ്കിലും ആ റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അവർ ചെയ്യുന്ന റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് സർവീസ്, അതിനും എല്ലാം ഇവർക്ക് ITC ക്ലെയിം ചെയ്യാൻ കഴിയും ഇഫ് ദേ ഹാവ് പെയ്ഡ് GST അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. ആർക്കാണ് എടുക്കാൻ പറ്റുന്നത്? RWA റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ആണ് ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കി. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറെ പേഴ്സൺ ഓൺ 2 or more ഫ്ലാറ്റ്സ് in the housing society or residential complex where the ceiling of ₹7,500 per month per member on the maintenance for the exemption to be available shall be applied for residential apartment or per person. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു മെമ്പറിന് ഒന്നിൽ കൂടുതൽ ഫ്ലാറ്റ് അവിടെ ഉണ്ടെങ്കിൽ, ആ റെസിഡൻഷ്യൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റിയിൽ ഒന്നിൽ കൂടുതൽ ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ സീലിംഗ് ലിമിറ്റ് എത്രയായിരിക്കും?
700 രൂപയാണോ അത് അതിൽ കൂടുതലായിരിക്കുമോ നമ്മുടെ GST എക്സംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ്? ആസ് പെർ ജനറൽ ബിസിനസ് സെൻസ്, എ person who owns 2 or more residential apartments in a housing society or residential complex shall normally be a member of RWA for each residential apartment owned by him. സോ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെമ്പറിന് തന്നെ 2 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്ത് ട്രീറ്റ് ചെയ്യുന്നത്, ഓരോ മെമ്പറിനെ സെപ്പറേറ്റ് ഓരോ ഫ്ലാറ്റിന് സെപ്പറേറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആസ് പെർ ജനറൽ ബിസിനസ് സെൻസ്, എ പേഴ്സൺ ഹു ഓൺസ് 2 or more റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ എ ഹൗസിംഗ് സൊസൈറ്റി or റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഷാൽ നോർമലി ബി എ മെമ്പർ ഓഫ് RWA ഫോർ ഈച്ച് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ഓൺ ബൈ ഹിം. അപ്പം 2 കണക്കാക്കും. അങ്ങനെ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ 2 അപ്പാർട്ട്മെൻറ്റ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ, 2 കൂടുതലുണ്ടെങ്കിൽ അതിൽ ഓരോ ഫ്ലാറ്റ് ഓരോരോ മെമ്പർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ പേഴ്സൺ ഓൺസ് 2 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഒരാൾക്ക് 2 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻ എ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആൻഡ് പേസ് ₹15,000 പെർ മന്ത് ആസ് മെയിൻ്റനൻസ് ചാർജസ് ടുവേർഡ്സ് മെയിൻ്റനൻസ് ഓഫ് ഈച്ച് അപ്പാർട്ട്മെൻറ്റ് ടു ദ RWA. അപ്പം ഇതിൻ്റെ അകത്ത് ആ വ്യക്തിക്ക് എക്സംപ്റ്റഡ് ആവുന്ന എത്ര രൂപ വരെ ആയിരിക്കും? ഇപ്പം എനിക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. ഈ 2 ഫ്ലാറ്റിന് നമ്മൾ പൊതുവെ പറഞ്ഞു, ഒരു ഫ്ലാറ്റിന് ഞാൻ RWAയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 7,500 രൂപ വരെ എക്സംപ്റ്റഡ് ആയിരിക്കും എന്ന് നമ്മളിവിടെ പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഫ്ലാറ്റിലുള്ളത് 2 ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രൂപ വരെ ആയിരിക്കും എക്സംപ്റ്റഡ് ആയിരിക്കുന്നത്? 15,000 രൂപയാണ്. കാരണം എന്താ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോ അപ്പാർട്ട്മെൻറ്റിന് ഒരു മെമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 7,500 × 2 15,000. അപ്പോൾ 15,000 റുപ്പീസ് വരെ ഇതിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് ആവും. അപ്പോൾ ₹7,500 per month in respect of each apartment. The exemption from GST shall be available to each apartment. അങ്ങനെയാണെങ്കിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനും GST കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഇപ്പം എനിക്ക് 2 അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന പോലും ഞാൻ 7,500 രൂപ വരെ എനിക്ക് എക്സംപ്റ്റഡ് ആയിരിക്കുള്ളൂ. അങ്ങനെയല്ല, എൻ്റെ ഓരോ അപ്പാർട്ട്മെൻറ്റിനും എനിക്ക് 7,500 രൂപ വെച്ച് എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 15,000 15,000 രൂപ വരെ എനിക്ക് എന്തായിരിക്കും എക്സംപ്റ്റഡ് ആയിരിക്കും, GST കൊടുക്കേണ്ടി വരത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ നോക്കാം. ക്ലാരിഫിക്കേഷൻ ഓൺ ആപ്ലിക്കബിലിറ്റി ഓഫ് GST എക്സംഷൻ ടു ദ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് മെറിടൈം കോഴ്സസ് കണ്ടക്റ്റഡ് ബൈ മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് മാരിടൈം കോഴ്സസ് ഒക്കെ എന്തായിരിക്കും, ഇതിൻ്റെ അകത്ത് GST ആപ്ലിക്കബിൾ ആയിരിക്കുമോ ഇല്ലേ എന്നാണ് ഇവിടുത്തെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻട്രി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻട്രി 66 ആണ്. അണ്ടർ എൻട്രി 66 ഓഫ് ദ എക്സംഷൻ നോട്ടിഫിക്കേഷൻ സർവീസസ് പ്രൊവൈഡ് ബൈ ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് ആർ എക്സെപ്റ്റ് ഓൺലി വെൻ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോൾസ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് അണ്ടർ ദ എക്സംഷൻ നോട്ടിഫിക്കേഷൻ. Educational institution has been defined to mean inter alia an institution providing services by way of education as a part of curriculum for obtaining a qualification or degree recognized by law. ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്, എൻട്രി 66 നമുക്ക് എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട്, GSTയിൽ നിന്ന് നമ്മൾ എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴായിരിക്കും? സർവീസസ് പ്രൊവൈഡഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഈ സ്റ്റുഡൻസ്. എന്താണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ സ്റ്റുഡൻസിനോ ഫാക്കൽറ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസ് എല്ലാം എന്താണ് എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വരുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ നമുക്ക് എക്സംഷൻ ഉണ്ടായിരിക്കുന്നതുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ടു മീൻ ഇന്ത്യയിലെ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് സർവീസസ് ബൈ വേ ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സർവീസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പ്രസ്ഥാനമായിരിക്കണം അത്. ആസ് എ പാർട്ട് ഓഫ് കരിക്കുലം ഫോർ ഒബ്റ്റെയിനിങ് എ ക്വാളിഫിക്കേഷൻ. കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന് നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായിരിക്കണം. ഫോർ ഒബ്റ്റെയിനിങ് എ ക്വാളിഫിക്കേഷൻ ഡിഗ്രി റെക്കഗ്നൈസ് ബൈ ലോ. എന്താണ്, നിയമപ്രകാരമുള്ള ക്വാളിഫിക്കേഷനും ഡിഗ്രിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അത്. എന്നാൽ മാത്രമേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ അകത്ത് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സ് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത് തരം സർവീസ് ആയിരിക്കും ഇവിടെ എക്സംപ്റ്റ് ചെയ്യുന്നത്? എൻട്രി 66 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ സ്റ്റുഡൻസ്, ഫാക്കൽറ്റി അല്ലെങ്കിൽ സ്റ്റാഫിന് കൊടുക്കുന്ന സർവീസിന് മാത്രം.
അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാര നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ബേസിക് കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് in this regard if it has been clarified that maritime training institutes and their training courses, ഇവിടെ നമ്മൾ പറയുന്നത് ആദ്യം പറഞ്ഞു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. Clarify that maritime training institutes and their training courses are approved by the Director of Shipping, which are duly recognized under the provisions of the Merchant Shipping Act 1958 read with the Merchant Shipping Rules 2014. Therefore, the maritime training institutes are education institutions under GST law, and the courses conducted by them are exempt from levy of GST subject to fulfillment of other conditions specified under entry 66 of exemption notification. അപ്പോൾ ഇവിടെ പറയുവാണ് മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് കോഴ്സസ് ഒക്കെ ആര് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ടർ ജനറൽ അപ്രൂവ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഓഫ് ഷിപ്പിംഗ് വിച്ച് ആർ ഡ്യൂലി റെക്കഗ്നൈസ്ഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട്. എന്താണ് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 അനുസരിച്ച് നമ്മുടെ ഡയറക്ടർ ജനറൽ ഇവരുടെ കോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രൂവ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ പറയുന്നത്? therefore maritime training institutes are education. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന് നമുക്ക് കരുതാം അണ്ടർ GST ലോ, ആൻഡ് ദ കോഴ്സസ് കണ്ടക്റ്റഡ് ബൈ ദം ആർ എക്സെപ്റ്റ്. എന്നിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എല്ലാം എന്തായിരിക്കും? എക്സെപ്റ്റഡ് ആയിരിക്കും. സോ GST എന്താണ് അവിടെ ലെവിയബിൾ അല്ല. അപ്പോൾ മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഒരു ഡയറക്ടർ ജനറൽ അപ്രൂവ് ചെയ്തതിന് ശേഷം അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെല്ലാം എന്തായിരിക്കും? എക്സെപ്റ്റഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC എന്ന് പറയുന്നത്. ഇവിടെയുള്ള അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് സെക്ഷൻ 16 സബ്സെക്ഷൻ 2 ഓഫ് ദ CGST ആക്ട് പ്രൊവൈഡ് സർട്ടൻ കണ്ടീഷൻസ് ഫോർ അവൈലിംഗ് ITC. ഈ ഒരു സെക്ഷൻ പറയുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരാൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. wherein one of the condition is that the taxpayer must be in possession of the tax invoice. എന്താണ്? ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങിച്ചോ, ഇതിൻ്റെ ഞാൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കൊരു ഇൻവോയ്സ് കിട്ടും. അപ്പോൾ ഞാൻ ITC ക്ലെയിം ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ ടാക്സ് ഇൻവോയ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പൊസഷൻ ഓഫ് ദ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ അതർ ടാക്സ് പേയിങ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ അത് ടാക്സ് പേ ചെയ്തു എന്ന് കാണിക്കുന്ന വേറെ മറ്റ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടായിരിക്കണം. ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹീ ഈസ് ക്ലെയിമിങ് ദ ITC. ഞാൻ ഏതിനാണോ പോയി ITC ക്ലെയിം ചെയ്യുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ടാക്സ് ഇൻവോയ്സോ അല്ലെങ്കിൽ എന്താണ് ടാക്സ് അടച്ചു എന്ന് ബോധിപ്പിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് സെക്ഷൻ 16 സബ്സെക്ഷൻ 2 അനുസരിച്ച് എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ വിത്ത് എഫക്ട് ഫ്രം 9/10/2019 ഇനിയാണ് നമ്മൾ അമെൻമെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ 9/10/2019 ആ ഒരു കാലം തൊട്ട് എ ന്യൂ സബ് റൂൾ 4 ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റൂൾ 36. റൂൾ 36ൻ്റെ അകത്തൊരു സബ് റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്, സബ് റൂൾ 4, ടു സ്പെസിഫൈ ദ ക്വാണ്ടം ഓഫ് ITC ദാറ്റ് ക്യാൻ ബി ക്ലെയിംഡ്. നമുക്ക് എത്ര അളവിൽ എത്ര എമൗണ്ട് വരെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. എഗെയിൻസ്റ്റ് ദ ഇൻവോയ്സസ് ഓർ ഡെബിറ്റ് നോട്ട്സ് അപ്ലോഡഡ് ഓർ നോട്ട് അപ്ലോഡഡ് ബൈ ദ സപ്ലയർ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ പഠിച്ച എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ഈ വരുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോയി ITC ക്ലെയിം ചെയ്യുകയാണ്. ITC ക്ലെയിം ചെയ്യുന്ന സമയത്ത് എന്താണ് സപ്ലയർ ഇൻവോയ്സ്, സപ്ലയർ ആണല്ലോ നമുക്ക് ഇൻവോയ്സ് തരുന്നത്. നമ്മൾ പൈസ കൊടുത്തു, GST അടച്ചു, അപ്പോൾ അതിന് ഇൻവോയ്സ് തരുന്നത് ആരായിരിക്കും? സപ്ലയർ ആയിരിക്കും. ഈ സപ്ലയർ എന്താണ് GSTR ഫോമിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ട് GSTRൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്താണ് ITC പോയി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ കണ്ടീഷൻ, ഒരു പുതിയൊരു മാറ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരിക്കും? ഇപ്പം സപ്ലയർ ആ ഒരു ഇൻവോയ്സ് അപ്ലോഡ് ചെയ്താലും ഇല്ലെങ്കിലും എത്ര അളവ് വരെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ തവണത്തെയുള്ള അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് പെർ സബ് റൂൾ 4 ഓഫ് റൂൾ 36, ITC ടു ബി അവൈൽഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവോയ്സസ് ഓർ ഡെബിറ്റ് നോട്ട്സ്, the details of which have not been uploaded by the suppliers in GSTR 1 cannot exceed 20% of the eligible credit available in respect of invoices or debit notes, the details of which have been uploaded by the suppliers in GSTR 1. അപ്പോൾ നമുക്കിവിടെ എന്താ കുറച്ചുകൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. സബ് റൂൾ 4, ഞാൻ റൂൾ 36ൻ്റെ അകത്ത് വരുന്നത് സബ് റൂൾ 4ൻ്റെ അകത്താണ് നമ്മൾ ഈ മാറ്റർ പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ പോയി ITC അവെയിൽ ചെയ്യാൻ പോകുമ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം ITC അവെയിൽ ചെയ്യേണ്ടത്.
ആ വ്യക്തി ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവോയ്സസ് ഡെബിറ്റ് നോട്ട്സ് എന്തെങ്കിലും ഇൻവോയ്സോ ഡെബിറ്റ് നോട്ട്സ് ഒക്കെ ആയിരിക്കും കൊണ്ട് കാണിക്കുന്ന ITC ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്താണ് ക്ലെയിം ഇപ്പം ഈ വ്യക്തി കൊണ്ട് കാണിക്കുന്ന ITC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ എത്ര വരെ പോകാം? കനോട്ട് എക്സീഡ് 20% ഓഫ് ദ എലിജിബിൾ ക്രെഡിറ്റ് അവൈലബിൾ. ആ സപ്ലയർ അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സിൻ്റെ എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 2 lakhs ആണ് സപ്ലയർ നമ്മുടെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല, GSTR 1-ൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 1 ലക്ഷത്തിൻ്റെ 20% അതാണ് കനോട്ട് എക്സീഡ് 20%. 20% വരെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് വിത്ത് എഫക്ട് ഫ്രം 9/10/2019 നമ്മുടെ റൂൾ 36-ൻ്റെ അകത്തൊരു സബ് റൂൾ വന്നിട്ടുണ്ട് 4 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എത്രത്തോളം ITC നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അളവ് എത്രത്തോളം എമൗണ്ടാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ എന്താണ് എത്രത്തോളം പറ്റും എന്നുള്ളതാണ് അമെൻമെൻ്റ് എന്നുള്ളത്. അപ്പം സപ്ലയർ ഇൻ കേസ് നമ്മുടെ കുറച്ച് ഇൻവോയ്സസ് ഒന്നും പുള്ളിക്കാരെ സമയത്ത് GSTR 1-ൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സിൻ്റെ 20% വരെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻവോയ്സ് എത്ര അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് സപ്ലയർ അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സിൻ്റെ 20% വരെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ കഴിയും. ഇനി നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് മിസ്റ്റർ വിജയ് എ രജിസ്റ്റേർഡ് സപ്ലയർ, വിജയ് എന്ന് പറയുന്ന രജിസ്റ്റേർഡ് സപ്ലയർ ആണ്, റിസീവ്സ് 100 ഇൻവോയ്സസ് ഇൻവോൾവിംഗ് GST of ₹10 lakhs from various suppliers during the month of October 2000 something. Compute the ITC that can be claimed by Mr. Vijay in his GSTR 3B for the month of October 2000 to be filed by 28th November 2000 in the following independent cases, assuming that GST of ₹10 lakhs is otherwise eligible for ITC. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് വിജയ് എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് സപ്ലയറിന് 100 ഇൻവോയ്സസ് കിട്ടി എന്നാണ്, പല സപ്ലയേഴ്സിൽ നിന്നും 100 ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇൻവോൾവിംഗ് GST ഓഫ് എല്ലാം കൂടെ ഒരു 10 ലക്ഷം രൂപ വരും. മാക്സിമം എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്. ഫ്രം വേരിയസ് സപ്ലയേഴ്സ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഒക്ടോബർ ടൈമിനാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ വ്യക്തിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ITC? അപ്പോൾ ITC കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. കമ്പ്യൂട്ട് ദ ITC ദാറ്റ് ക്യാൻ ബി ക്ലെയിം ബൈ മിസ്റ്റർ വിജയ് GSTR 3B അനുസരിച്ച്. അപ്പം ഇതിൻ്റെ അകത്ത് എത്ര രൂപ വരും? മാക്സിമം എന്താണ് എല്ലാ 100 ഇൻവോയ്സും കൂടെ ചേർത്തിട്ട് GST എത്ര ആയിരിക്കും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? 10 lakhs ആണ്, ₹10 lakhs ആണ് വരുന്നത്. അസ്യൂമിംഗ് ദ GST of 10 lakhs is otherwise eligible for ITC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓരോ 2 കേസായിട്ട് നോക്കാം ഈ സിറ്റുവേഷൻ. കേസ് 1 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 ഇൻവോയ്സസ് 80 ഇൻവോയ്സസ് ഇൻവോൾവിംഗ് GST of ₹6 lakh have been uploaded by the supplier in their respective GSTR 1 filed on the prescribed due date thereof. അപ്പോൾ 100 ഇൻവോയ്സസ് ഉണ്ട്, അതിൻ്റെ അകത്ത് 80 ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്തതാണ്, സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എത്ര വില മതിക്കും? 6 ലക്ഷം രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ 80 ഇൻവോയ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 lakh ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ കഴിയും ഈ ഒരു സിറ്റുവേഷനിലും? 100 ഇൻവോയ്സ് ഉണ്ട്, 80 ഇൻവോയ്സ് മാത്രമേ സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഈ 80 ഇൻവോയ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 lakh ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കീപ്പ് ചെയ്യേണ്ടത്, ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മാക്സിമം 100 ഇൻവോയ്സ് അപ്ലൈ ചെയ്താലും മാക്സിമം ആ പുള്ളിക്കാരന് കിട്ടുന്ന ITC രജിസ്റ്റേർഡ് സപ്ലയറിന് അല്ലെങ്കിൽ മിസ്റ്റർ വിജയിന് കിട്ടുന്ന ഒരു ITC എന്ന് പറയുന്നത് മാക്സിമം 10 lakhs ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ITC ഈ ഒരു സിറ്റുവേഷന് ക്ലെയിം ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ഇങ്ങനെ ആയിരിക്കും. എമൗണ്ട് ഓഫ് ITC ദാറ്റ് ക്യാൻ ബി അവൈൽഡ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് എലിജിബിൾ ക്രെഡിറ്റ് എമൗണ്ട് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു 80 ഇൻവോയ്സിന് 6 ലക്ഷം രൂപയാണ് വാല്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എലിജിബിൾ ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയായിരിക്കും. ആഡ് 20% ഇൻവോയ്സ്, 20% ഇൻവോയ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും? എത്രയാണോ ഈ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്ത സപ്ലയർ അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സ് എത്രയായിരിക്കും? 20 ഇൻവോയ്സിൻ്റെ എന്താണ് 20% വരെ എന്താണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുക അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സ്. അപ്പോൾ ഈ 6 lakh അപ്പം 1,20,000 രൂപ എന്ന് വരും. എന്താണ് 6 lakhൻ്റെ 20% 1,20,000. അപ്പോൾ ടോട്ടൽ ITC എന്ന് പറയുന്നത് 7,20,000 ആണ്. ആസ് പെർ സബ് റൂൾ 4 ഓഫ് റൂൾ 36, ITC ടു ബി അവൈൽഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവോയ്സസ് ഓർ ഡെബിറ്റ് notes, the details of which have not been uploaded by the supplier in GSTR 1 cannot exceed 20% of the eligible credit available in respect of invoices or debit notes, the details of which have been uploaded by the supplier in GSTR 1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. റൂൾ 36 സബ് റൂൾ 4 അനുസരിച്ച് സപ്ലയർ അപ്ലോഡ്
അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സിൻ്റെ 20% വരെ ITC ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ ഓൾറെഡി 80 ഇൻവോയ്സിൻ്റെ വാല്യൂ തന്നു, ദാറ്റ് 6 lakh. അപ്ലോഡ് ചെയ്യാത്ത ഇൻവോയ്സിൻ്റെ 1,20,000 രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 7,20,000 rupees ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. 80 ഇൻവോയ്സിൻ്റെ വാല്യൂ എത്രയാണ്? 6 lakh ആണ്. അപ്പോൾ ഈ 6 lakhൻ്റെ എത്ര രൂപ വരെ നമുക്ക് ITC ക്ലെയിം ചെയ്യാം? 6 lakh മുഴുവനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. മിച്ചം 20 ഇൻവോയ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ടോട്ടൽ എല്ലാ ഇൻവോയ്സും കൂടെ ചേർക്കുമ്പോൾ 10 ലക്ഷം രൂപയാണ്. അപ്പം 6 ലക്ഷം പോയാൽ 10 ലക്ഷം മിച്ചം എത്രയായിരിക്കും? 4 ലക്ഷം. അതാണ് ഈ 20 ഇൻവോയ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 ലക്ഷം ആണ് വരുന്നത്. അന്ന് ഈ 4 ലക്ഷം നമുക്ക് മുഴുവനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല, 20% മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 6 ലക്ഷം, 1,20,000, 7,20,000. ഒരിക്കലും 10 ലക്ഷം രൂപയ്ക്ക് എക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. ഔട്ട് ഓഫ് 100 ഇൻവോയ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ഇൻവോയ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് 75 ഇൻവോയ്സസ് ഇൻവോൾവ് ഇൻ GST ഓഫ് rupees 8,50,000. 75 ഇൻവോയ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8,50,000 രൂപയാണ്. ഹാവ് ബീൻ അപ്ലോഡഡ് ബൈ ദ സപ്ലയർ ഇൻ ദ റെസ്പെക്റ്റീവ് GSTR 1 ഫയൽ ഓൺ ദ പ്രിസ്ക്രൈബ് ഡ്യൂ ഡേറ്റ് ദെയർ ഓഫ്. എന്താണ് സപ്ലയർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? 75 ഇൻവോയ്സസ് മാത്രമാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8,50,000 രൂപയാണ്. എന്നാൽ എത്ര രൂപ മിസ്റ്റർ വിജയ് എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് സപ്ലയറിന് ITC ക്ലെയിം ചെയ്യാൻ കഴിയും? അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡയഗ്രാം രീതിയിൽ നോക്കാം. എത്ര രൂപയാണ്? 75 ഇൻവോയ്സിന് 8,50,000 രൂപയാണ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ എത്ര ഇതിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും? മൊത്തം എമൗണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. കാര്യം എന്താണ്? ഈ ഇൻവോയ്സിൻ്റെ അത്രയും വാല്യൂ എന്താണ് സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് GSTR 1. അന്ന് സെക്കൻഡ് മിച്ചം വരുന്ന 25 ഇൻവോയ്സസ് വന്നിട്ട് സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മിച്ചം വരുന്ന വാല്യൂ നമുക്കറിയാം, ടോട്ടൽ എമൗണ്ട് 10 ലക്ഷം രൂപയാണ്. അപ്പം മിച്ചം 8,50,000 പോയിട്ട് നമുക്ക് മിച്ചം കിട്ടുന്നത് 1,50,000 രൂപയാണ്. ഈ 1,50,000 രൂപയായിരിക്കും നമ്മളിവിടെ ക്ലെയിം ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ 8,50,000 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,70,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുമ്പം 10 ലക്ഷത്തിൽ കൂടുതൽ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ 10 lakhs എന്ന് പറയുന്ന ലിമിറ്റിനെക്കാട്ടിൽ ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പം നമ്മൾ 1,70,000 രൂപയല്ലേ ഇടുന്നത്, മറിച്ച് എന്താണ് ഈ 1,50,000 തന്നെ ഇടും. അപ്പോൾ ടോട്ടൽ 10 lakhs ഈ വ്യക്തിക്ക് കിട്ടുന്നതായിരിക്കും. ഇൻവോയ്സിൻ്റെ ഇതിൻ്റെ അകത്ത് ITC ടോട്ടൽ 10 lakhs ഈ മിസ്റ്റർ വിജയന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വേറൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 1,50,000 നല്ല 20% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 8,50,000 നിന്നാണ് നമ്മൾ 20% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,70,000 ആണ്. അപ്പോൾ 8,50,000 പ്ലസ് 1,70,000 എന്ന് പറയുമ്പോൾ നമുക്ക് 10 lakhsനെക്കാട്ടിൽ എക്സീഡ് ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മാക്സിമം ലിമിറ്റ് 10 lakhs ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന എത്രയായിരിക്കും? 1,50,000 rupees ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ആദ്യത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മേ ബി ഫർണിഷ്ഡ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ന്യൂ റൂൾ 10A ഇൻസേർട്ടഡ് ആൻഡ് റൂൾ 21 ഓഫ് ദ CGST റൂൾസ് അമെൻഡഡ്. അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. While applying for registration on GST portal, a person is required to furnish the details of his bank account. This requirement have now been relaxed to a limited extent by inserting a new rule 10A to the CGST rules. അപ്പോൾ നമ്മൾ മുമ്പേയൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ നമ്മളൊരു കമ്പനിയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ GSTയുടെ രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ചെറിയ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരിക്കും റിലാക്സേഷൻ? A registered person has an option to give his bank account details after obtaining registration within 45 days from the date of grant of registration or the due date of furnishing return whichever is earlier. എന്താണ് നമുക്ക് ഇപ്പം ഈ സമയത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നില്ല. എത്ര ടൈമിനുള്ളിൽ നമുക്ക് കൊടുക്കാം? വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് രജിസ്ട്രേഷൻ. നമുക്ക് രജിസ്ട്രേഷൻ
registration or the due date of furnishing return whichever is earlier. അപ്പം 45 ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫൈനൽ റിട്ടേൺ കൊടുക്കത്തില്ലേ, ഫയൽ ചെയ്യത്തില്ലേ, ആ ഒരു ടൈം ഈ രണ്ട് ഇതിൽ വിച്ചെവർ ഇസ് ഏർലിയർ എന്ന് പറഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നില്ല. ദിസ് റിലാക്സേഷൻ ഇസ് നോട്ട് അവൈലബിൾ ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ആസ് TDS deductor അല്ലെങ്കിൽ TCS collector under Rule 12 or who have obtained suo motu registration under Rule 16. അപ്പം TDS deductor അല്ലെങ്കിൽ TCS collectorനോ ഒരിക്കലും എന്താണ് ഇത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു റിലാക്സേഷൻ കിട്ടുന്നതല്ല, മറിച്ച് പിന്നെ ഓർ ഹു ഹാവ് ഒബ്റ്റെയിൻഡ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളുകൾക്കും ഒരിക്കലും ഈ ബാങ്ക് അക്കൗണ്ട് ഫർണിഷ് ചെയ്യുന്ന റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കത്തില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് നോട്ട് മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ഡ്യൂറിങ് സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്ലാരിഫൈഡ്. Registered person required to issue revised tax invoice and file return for supplies during suspension period. Rule 21A of the CGST rules notification number 49/2019. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നത്? Rule 21A provides that once a registered person has applied for cancellation of registration or the proper officer seeks to cancel his registration shall remain suspended during pendency of the proceeding relating to cancellation of registration file. Such person shall not make any taxable supply during the period of suspension and shall not be required to file any return. Rule 21A 3. അപ്പോൾ റൂൾ 21A അത് പറയുന്നത് ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺ എന്താണ് അവരുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർ ഓഫീസർ സീക്സ് ടു ക്യാൻസൽ രജിസ്ട്രേഷൻ, ഒരു പ്രോപ്പർ ഓഫീസർ പറയുകയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു സസ്പെൻഷൻ പീരീഡ് ഉണ്ട്. അപ്പം ഷാൽ റിമെയിൻ സസ്പെൻഡഡ് ഡ്യൂറിങ് പെൻഡൻസി ഓഫ് ദ പ്രൊസീഡിങ്സ് റിലേറ്റഡ് ടു ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അപ്പം ക്യാൻസലേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡ് ഒരു സസ്പെൻഷൻ കാലയളവാണ്, സസ്പെൻഡഡ് ആണ്. ആ ഒരു ടൈമിൽ ഒരിക്കലും ആ ഒരു സച്ച് പേഴ്സൺ, ആ രജിസ്റ്റേർഡ് പേഴ്സണ് ഒരിക്കലും ടാക്സബിൾ സപ്ലൈ ഒന്നും നടത്താൻ പാടില്ല. ഷാൽ നോട്ട് മേക്ക് ഇനി ടാക്സബിൾ സപ്ലൈ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ. ഈ പറഞ്ഞിരിക്കുന്ന സസ്പെൻഷൻ പീരീഡിൽ ഒരിക്കലും ഒരു ടാക്സബിൾ സപ്ലൈ ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു ഫയൽ ഇൻ റിട്ടേൺ. അതുപോലെ തന്നെ എന്തെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പം എന്തെങ്കിലും ഇപ്പോൾ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ, അപ്പോൾ റൂൾ 21A ഇത്രയാണ് പറയുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെങ്കിലും ഒരു ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർ ഓഫീസർ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞ് ആ പ്രൊസീജിയർ നടക്കുന്ന കാലയളവ് എന്തായിരിക്കും? സസ്പെൻഡഡ് ആയിരിക്കും. ആ ഒരു സസ്പെൻഷൻ പീരീഡിൽ ഒരിക്കലും ആ രജിസ്റ്റേർഡ് പേഴ്സണ് ടാക്സബിൾ സപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ എന്താണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് റൂളിലാണ് ഇത് പറയുന്നത്? റൂൾ 21A ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷാൽ നോട്ട് മേക്ക് എനി ടാക്സബിൾ സപ്ലൈ. എന്താണ് ഒരു ടാക്സബിൾ സപ്ലൈ ഈ സസ്പെൻഷൻ പീരീഡിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് എന്താണ് ഈ ടാക്സബിൾ സപ്ലൈ. ഷാൽ മീൻ ദാറ്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ്. അതിന് വേറൊരു അർത്ഥമുണ്ട്. എന്താണ് ടാക്സബിൾ സപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനും പാടില്ല. ആൻഡ് അക്കോർഡിംഗ്ലി നോട്ട് ചാർജ് ടാക്സ് ഓൺ സപ്ലൈസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ അധികാരമില്ലെങ്കിൽ എന്താണ് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ അതിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം ഷാൽ നോട്ട് മേക്ക് ഇനി ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാകത്തുമില്ല, അത് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനും പാടുള്ളതല്ല. അപ്പോൾ ഫർദർ ന്യൂ സബ് റൂൾ 5 അതുപോലെ തന്നെ ഒരു സബ് റൂൾ 5 കൂടെ വന്നിട്ടുണ്ട്. ഹാസ് ബീൻ ഇൻസേർട്ട് റൂൾ. ഈ പറഞ്ഞിരിക്കുന്ന റൂളിൻ്റെ അകത്ത് ഒരു സബ് റൂൾ കൂടെ വന്നിട്ടുണ്ട് 5 എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് ദാറ്റ് വെർ എനി ഓർഡർ ഹാവിംഗ് എഫക്റ്റ് ഓഫ് റിവോക്കേഷൻ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ പാസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 31 subsection 3 subclause A suspension and the procedure specified therein shall apply. അപ്പോൾ സസ്പെൻഷൻ റിവോക്ക് ഇപ്പോൾ നമ്മൾ സസ്പെൻഷൻ റിവോക്ക് ആവുന്നൊരു സിറ്റുവേഷൻ വന്നാൽ സെക്ഷൻ 31 സബ്സെക്ഷൻ 3 സബ്ക്ലോസ് A ആപ്ലിക്കബിൾ ആവും എന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അതുള്ളത് ടാക്സ് ഇൻവോയ്സ് ആൻഡ് ഇ വേ ബില്ലാണ്. ഇതിനകത്ത് 2 അമെൻമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ആദ്യത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് പെർട്ടൈനിങ് ടു ടാക്സ് ഇൻവോയ്സ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു എക്സിബിഷൻ ഓഫ് സിനിമാറ്റോഗ്രാഫ് ഫിലിംസ് ഇൻ മൾട്ടിപ്ലക്സ് സ്ക്രീൻസ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 33/2019. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എന്താണ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് ആൻ ഓപ്ഷൻ ടു ഇഷ്യൂ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈസ് at the close of each day where the value of goods or services supplies is less than ₹200, recipient is unregistered and does not require tax invoice. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ അവസാനം എന്താണ് ലെസ് ദാൻ 200 എന്നുള്ളൊരു കണക്ക് വരുവാണ്. വാല്യൂ ഓഫ് ഗുഡ്സ് സർവീസ് സപ്ലൈസ് ഇസ് ലെസ് ദാൻ ₹200. റെസിപ്പിയൻ്റ് വന്നിട്ട് അൺരജിസ്റ്റേർഡും ആണ് ആൻഡ് ഡസ് നോട്ട് റിക്വയർ ടാക്സ് ഇൻവോയ്സ്. ഇതിന് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. വിത്ത് എഫക്ട് ഫ്രം ഇനിയാണ് നമ്മൾ അമെൻമെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. വിത്ത് എഫക്ട് ഫ്രം 1/9/2019 fourth provision to Rule 46 has been amended to disallow this option to a supplier engaged in making supply of services by way of admission to exhibition of cinematograph films in multiplex screens. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എല്ലാ സപ്ലയേഴ്സിനും നമ്മൾ ഈ മേൽ പറഞ്ഞ രീതിയിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് അപ്പോൾ ഈ അമെൻമെൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ സപ്ലയേഴ്സിനും നമുക്ക് ഈ ടാക്സ് ഇൻവോയ്സ് എന്താണ് ഇഷ്യൂ ചെയ്യാതിരിക്കാം എന്നുള്ള രീതിയില്ല. ഈ പറയുന്നത് ഏത് തരം സപ്ലയേഴ്സിനായിരിക്കും ഇത് ഡിസലോ ചെയ്തിരിക്കുന്നത്? ഈ ഓപ്ഷൻ ഡിസലോ ചെയ്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് റൂൾ 46 പറയുന്നത് എങ്ങനെയുള്ള സപ്ലയേഴ്സിനായിരിക്കും? Supply engaged in making supply of services by way of admission to exhibition of cinematograph films in multiple screens. എന്താണ് എക്സിബിഷൻ എന്തെങ്കിലും അതിലോട്ട് പോകാനുള്ള അഡ്മിഷൻ സർവീസസ് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫ് എക്സിബിഷനിലോട്ട് അഡ്മിഷൻ സർവീസ് ചെയ്യുന്ന സപ്ലയേഴ്സിന് ഒരിക്കലും ഈ മോളിൽ പറഞ്ഞ രീതിയിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ റൂൾ 46 ഇത് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. Further, with effect from 1/9/2019, a new sub-rule 4A has been inserted in Rule 54. Accordingly, a registered person who is supplying services by way of admission to exhibition of cinematograph films in multiplex screens shall be required to issue an electronic ticket. എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞു ഇങ്ങനെയുള്ള എക്സിബിഷൻ ഇതേപോലെ സിനിമാറ്റോഗ്രാഫ് ഫിലിംസിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ അഡ്മിഷൻ സർവീസ് ചെയ്യുന്ന സപ്ലയേഴ്സിന് ഈ മെയിൽ പറഞ്ഞ രീതിയിൽ ഒരു പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരം അവർ എന്തായിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഇവർക്ക് ഇഷ്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയുള്ള ഇൻവോയ്സ് ആയിരിക്കും ഈ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിക് ടിക്കറ്റ് ആയിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഇലക്ട്രോണിക് ടിക്കറ്റ് ഇപ്പോൾ ഒരാൾ ഇതിൻ്റെ അകത്ത് അഡ്മിഷൻ കയറി സിനിമാറ്റോഗ്രാഫ് ഫിലിം കാണാൻ അതിൻ്റെ അകത്തൊരു അഡ്മിഷനിലോട്ട് പോകുമ്പോൾ ഒരു ഇൻവോയ്സ് ഇപ്പോൾ എമൗണ്ട് എഴുതി അങ്ങനെ കൊടുക്കത്തില്ല, മറിച്ച് ഒരു ഇലക്ട്രോണിക് ടിക്കറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഇലക്ട്രോണിക് ടിക്കറ്റിനകത്ത് എത്രയാണ് റേറ്റ് എന്നോ അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും കാണത്തില്ല. പക്ഷേ നമ്മൾ ഇതിനെ ഒരു ടാക്സ് ഇൻവോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഡീംഡ് ടു ബി എ ടാക്സ് ഇൻവോയ്സ് ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈവൻ ഇഫ് സച്ച് ടിക്കറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് ബട്ട് കണ്ടെയ്ൻസ് ദ അതർ ഇൻഫർമേഷൻ ആസ് മെൻഷൻഡ് അണ്ടർ റൂൾ 46. ഇതിൻ്റെ അകത്ത് റെസിപ്പിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ആരാണ് ഈ സർവീസ് റിസീവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണത്തില്ല. പക്ഷേ ഈ ഇലക്ട്രോണിക് ടിക്കറ്റിനെ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Moreover, supplier of such service in a screen other than multiple screen also have been given an option to follow above procedure. എന്താണ് നമ്മൾ മൾട്ടിപ്പിൾ സ്ക്രീനിൽ അല്ലാതെ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിനും ഈ ഒരു ഓപ്ഷൻ ഫോളോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അവർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ അണ്ടർ സെക്ഷൻ 44 സബ്സെക്ഷൻ 1 ഓഫ് ദ CGST Act for financial year 2017-18 and 2018-19 made optional for small taxpayers whose aggregate turnover is less than ₹2 crores and who have not filed the said return before the due date. Notification number 47/2019. Filing of annual return GSTR 9 under section 44 subsection 1 of CGST Act read with rule 80 subsection 1 of the CGST rules in respect of financial years 2017-18 and 2018-19 has been made voluntary for the registered persons whose turnover is less than ₹2 crores and who have not furnished the said annual return before the due date. The annual return shall be deemed to be furnished on the due date if it has not been furnished before the due date, and therefore no penal action shall be taken against the assessee. അപ്പോൾ ഇവിടെ പറയുന്നത്
ഏതെങ്കിലും സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 2 crores 2 കോടിക്ക് താഴെയാണ് എങ്കിൽ ഇവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഓപ്ഷണലാണ് എന്ന് പറയുന്നത് വോളണ്ടറി ആക്കി, വേണമെങ്കിൽ മാത്രം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി എന്നുള്ളതായി. അപ്പോൾ 2 crores താഴെയുള്ള സ്മോൾ ടാക്സ് പേയേഴ്സിന് ആനുവൽ റിട്ടേൺ എന്താണ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നില്ല. ആൻഡ് ദ ആനുവൽ റിട്ടേൺ ഷാൾ ബി ഡീം ടു ബി ഫർണിഷ്ഡ് ഓൺ ദി ഡ്യൂ ഡേറ്റ്. എന്താണ് സമയത്ത് തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഈ 2017 to 18, 2018 to 19 ആ ഒരു കാലയളവിൽ വരുന്ന സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് 2 കോടി രൂപയ്ക്ക് താഴെ വരുമാനമുള്ള സ്മോൾ ടാക്സ് പേയേഴ്സിന് ആനുവൽ റിട്ടേൺ വോളണ്ടറി ആക്കി, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യം വോളണ്ടറി ആക്കി. എന്താണ് വേണമെങ്കിൽ ഫയൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ആൻഡ് ഹു ഹാവ് നോട്ട് ഫർണിഷ്ഡ് സെറ്റ് ആനുവൽ റിട്ടേൺ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. എന്നിട്ട് ഇൻ കേസ് അവർ ഓപ്റ്റ് ചെയ്യുകയാണ് അവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള രീതി വരുമ്പോൾ എന്താണ് ഇൻ കേസ് അവർക്ക് ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിട്ട് അവർ കണക്കാക്കും? ഷാൽ ബി ഡീം ടു ബി ഫർണിഷ്ഡ് ഓൺ ദി ഡ്യൂ ഡേറ്റ്. എന്താണ് കൃത്യ ഡേറ്റിന് തന്നെ അവർ ഫയൽ ചെയ്തു എന്ന് പറഞ്ഞ് കണക്കാക്കുന്നതായിരിക്കും. ആൻഡ് ദെയർഫോർ നോ പീനൽ ആക്ഷൻസ്. അതുകൊണ്ട് ഒരു പീനൽ ആക്ഷൻസും ഇവർക്ക് അഗെൻസ്റ്റ് ആയിട്ട്, ഈ അസസിക്ക് അഗെൻസ്റ്റ് ആയിട്ട് എന്താണ് ഗവൺമെൻറ് എടുക്കുന്നതല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു റൂൾ ഒന്നുകൂടെ ഞാൻ പറയും, ഒരു അമെൻമെൻറ്റ് ഒന്നുകൂടെ പറയാം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും 2017 to 18 ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ 2018 to 19 ഫൈനാൻഷ്യൽ ഇയറിൽ പറയുന്ന സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ 2 കോടിക്ക് താഴെ വരുവാണെങ്കിൽ അവർക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ വോളണ്ടറി ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് അവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻ കേസ് സമയത്ത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയത്ത് പറ്റിയില്ലെങ്കിൽ അവർ സമയത്ത് ഫയൽ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും. അതുപോലെ അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് വേറെ പീനൽ ആക്ഷൻസ് ഒന്നും അസസിക്ക് എഗെൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതുമല്ല. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ GST എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ അകത്ത് വരുന്ന അമെൻമെൻറ്റ്സ്. സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.